ഗുഡ് മോർണിംഗിൽ രാവിലെ തന്നെ പോയി അടുപ്പിൽ നിന്ന് നേരെ എടുക്കുന്ന പൊറോട്ട, അതിൻ്റെ മുകളിലോട്ട് ആ ബീഫിൻ്റെ ഗ്രേവി, ബീഫ്, പപ്പടം, ഉള്ളി, ഇതെല്ലാം കൂടെ കഴിച്ച് ഒരു പൊറോട്ട കഴിച്ചിട്ട് ആ ഒരു കട്ടൻ, ചൂട് കട്ടൻ, അരിവിൻ്റെ കൂടെ ചൂട് കട്ടൻ കുടിക്കുന്ന ഒരു സുഖം തന്നെയാണ്. സോഷ്യൽ മീഡിയയിൽ ട്രിവാൻഡ്രത്തിന് ഏറ്റവും കൂടുതൽ റിഡിക്യൂൾ ചെയ്യുന്നത് ബിരിയാണി വെച്ചിട്ടാണ്. പൈനാപ്പിൾ ഇടുന്ന ബിരിയാണി, മുരിങ്ങക്കോൽ ഇടുന്ന ബിരിയാണി എന്നൊക്കെ പറഞ്ഞ് അതിനെന്താ പ്രശ്നമൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. ആൾക്കാർ കളിയാക്കുക ഈ ബിരിയാണിയിൽ പൈനാപ്പിളോ, സെയിം പിസ്സയിൽ പൈനാപ്പിൾ ഇടുന്ന ഹവായിയൻ പിസ്സ ഉണ്ട്, അതിനാർക്കും കുഴപ്പമില്ലെങ്കിൽ ബിരിയാണിയിൽ പൈനാപ്പിൾ ഇടുന്നതിന് കുഴപ്പം വരുന്നതാണ് എൻ്റെ അഭിപ്രായം. അരവിന്ദ് ഒരു ട്രിവാൻഡ്രത്ത് ഒരു റെസ്റ്റോറൻറ്റോ അല്ലെങ്കിൽ ഒരു ഫുഡ് ട്രക്കോ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും തുടങ്ങുക? നാളെ തുടങ്ങുകയാണെങ്കിൽ മിക്കവാറും പെർമിഷന്റെ പ്രശ്നമുണ്ടോ? ഇല്ല, ഒരു പ്രശ്നമില്ല. ഞാൻ ആദ്യം തുടങ്ങാൻ പോകുന്ന ഒരു മൈക്രോ ബ്രൂവറിയാണ്. ഓക്കെ. കാരണം കൊച്ചി കഫേ കൾച്ചർ ഇസ് അമേസിങ്. ഇത്രയും ട്രിവാൻഡ്രത്തിൻ്റെ പൊക്കി പറയുന്ന ഒരാളാണ് ഞാൻ. അതൊക്കെ അവിടെ നിൽക്കട്ടെ, പക്ഷേ കൊച്ചിയുടെ ഫുഡ് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റൂ. ലൈക്ക് ദ നമ്പർ ഓഫ് കഫേസ് ആർ കമ്മിങ് അപ്പ്, ദ നമ്പർ ഓഫ് കോൺസെപ്റ്റ്സ് ദാറ്റ് കം അപ്പ് ഇഷ്ടം പോലെയാണ്. പക്ഷേ ഇതുപോലെ വൈറലാകുമ്പോഴത്തേക്കും പെട്ടെന്ന് അടുത്ത ദിവസം ഒരു 10 പേര് പോയിക്കൊണ്ടിരുന്ന കടയിൽ 100 പേര് പോകുമ്പോൾ ചിലപ്പോൾ അവർക്ക് കിച്ചൺ മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. അവർക്ക് ഇത്രയും ഓർഡേഴ്സ് ഒരുമിച്ച് വരുമ്പോൾ അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു അവസ്ഥയിലോട്ട് പോകും. ടേസ്റ്റ് പോരാ, പണ്ടത്തത്ര പോരാ, ഭയങ്കര ഡിലേ. ഇതൊക്കെ സ്ഥിരം കേൾക്കുന്ന സംഭവങ്ങളാണ്. ഫോർട്ടി പോഡ്കാസ്റ്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ട്രിവാൻഡ്രത്ത് ഭക്ഷണത്തിനായി ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഫേമസ് ആയതും അല്ലാത്തതുമായി അത് ഏറ്റവും കൂടുതൽ അറിഞ്ഞ കമ്മ്യൂണിറ്റിയാണ് ഈറ്റ് അറ്റ് ട്രിവാൻഡ്രം. അപ്പോൾ ട്രിവാൻഡ്രത്തിന്റെ മാറി വരുന്ന ഫുഡ് കൾച്ചർ, ഇവിടുത്തെ ഹോം ബേക്കേഴ്സ്, ഹിഡൻ ജെംസ്, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വലിയ എപ്പിസോഡിന്റെ കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങൾ ഷോർട്സായും റീൽസായും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും വരുന്നുണ്ട്. ഈ വലിയ എപ്പിസോഡിന്റെ ഓഡിയോ എക്സ്പീരിയൻസ് സ്പോട്ടിഫൈയിലും അവൈലബിൾ ആണ്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളോടൊപ്പം ഉള്ളത് ഈറ്റ് അറ്റ് ട്രിവാൻഡ്രം എന്ന കമ്മ്യൂണിറ്റിയുടെ ഫൗണ്ടർ ആയിട്ടുള്ള അരവിന്ദ് സോജു ആണ്. അരവിന്ദ്, വെൽക്കം ടു 42 പോഡ്കാസ്റ്റർ. ഈറ്റ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി, അത് ട്രിവാൻഡ്രത്തിൻ്റെ ഒരു ഫുഡ് കൾച്ചറിനെ പുറത്ത് അറിയിച്ച ഒരു എന്താ പറയുക, ഒരു കമ്മ്യൂണിറ്റിയാണ്. ഒരു 10 വർഷത്തോളമായി നമ്മൾ ഈ ഒരു കമ്മ്യൂണിറ്റി വന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് അന്ന് തുടങ്ങുന്ന സമയത്തൊക്കെ ഇതിനകത്ത് കണ്ടത് ട്രിവാൻഡ്രത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൻ്റെ ഒരു ഗ്യാപ്പ് എന്തെങ്കിലും കണ്ടിട്ടാണോ ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്തത്? അതോ ആൾക്കാരുടെ എൻഗേജ്മെൻറ്റ് കൂടണം, കൂടുതൽ പുറത്തോട്ട് അറിയണം എന്നുള്ളൊരു വിഷനായിരുന്നു ഇതിൻ്റെ പുറകിലുണ്ടായിരുന്നത്? ടു ബി ഓണസ്റ്റ്, ഒരു ഗ്യാപ്പ് കണ്ടിട്ടല്ല നമ്മൾ ഈ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈറ്റ് അറ്റ് ട്രിവാൻഡ്രം സ്റ്റാർട്ട് ചെയ്യുന്നത് 2015-ലാണ്. അപ്പോൾ അവിടെ സോഷ്യൽ മീഡിയ എന്ന് എടുത്ത് പറയുന്നില്ല, ഫേസ്ബുക്ക് ഒക്കെ ഭയങ്കരമായിട്ട് പിക്കപ്പ് ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പോൾ ട്രിവാൻഡ്രത്തെ ഒരു ഫുഡ് ഗ്രൂപ്പ് തുടങ്ങാം എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷെ ആ സമയത്ത് ഞാൻ ഗ്യാപ്പ് ഇതാണ്, ഇത് നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കണം എന്ന രീതിയിലല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ടു ബി വെരി ഓണസ്റ്റ്, ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓരോരുത്തർ ഓരോ കമൻസും അവരുടെ റിവ്യൂസും വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കുറേ ഗ്യാപ്പുകളുണ്ട് നമുക്ക് ആക്ച്വലി. ആൻഡ് വി ക്യാൻ പ്രോബ്ലി ഇൻ ദ ലോങ് റൺ ഇതിനെ ഒന്ന് നമുക്ക് സൊല്യൂഷനെ കണ്ടുപിടിക്കാൻ പറ്റും ഈ ഗ്രൂപ്പിൽ കൂടെ എന്നുള്ളത് പതുക്കെ നമ്മൾ മനസ്സിലാക്കി തുടങ്ങി. പക്ഷെ മെയിൻ ഗ്യാപ്പായിട്ട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴും നമ്മൾ ട്രിവാൻഡ്രം വളരെ ഡെവലപ്പ് ആയിട്ടുണ്ട് ഫുഡിൻ്റെ ഒരു കാര്യത്തിൽ. പക്ഷേ ഇനിയും ഒരുപാട് നമുക്ക് ഗ്രോ ചെയ്യാനുണ്ട്. ഈവൻ കഫേസൊക്കെ ഒരുപാട് ഉണ്ടെങ്കിലും ഇനി നല്ല നല്ല കഫേ കൾച്ചർ ഇനിയും വരാനുണ്ട്. ഒരുപാട് തീംഡ് ഓർ ഒരുപാട് ലൈക്ക് യുണീക്ക് ലെറ്റ്സ് സേ എന്താ പറയുക, ഒരു ലെറ്റ്സ് കൊറിയൻ, ജാപ്പനീസിൻ്റെ ഒക്കെ ഒരു സ്പെസിഫിക് റെസ്റ്റോറൻറ്റ്സ് ഓർ കഫേസ് ഇതുവരെ വന്നിട്ടില്ല. സോ അതൊക്കെ ഒരു ഇപ്പോഴും ഗ്യാപ്പായിട്ട് നിലനിൽക്കുന്നു. യെസ്. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. പക്ഷേ അതിന് മുന്നേ എനിക്ക് ചോദിക്കേണ്ടത്, ഏറ്റവും കൂടുതൽ ഇത് നമ്മളെ ഈറ്റ് വഴി അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ഫുഡ് കൾച്ചറിനെ പറ്റി പുറത്തറിയുന്നത് ഒരുപാട് ഈ ഫുഡ് ബ്ലോഗിങ് എന്ന് പറയുന്ന ഒരു പുതിയ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ളൊരു സംഭവം ആ ഒരു കാലഘട്ടത്തിൽ വന്നതിലൂടെയാണ്. ഇതിലൂടെ ഒരു ഫുഡ് കൾച്ചറിനെ പുറത്ത് കൊണ്ടുവരാൻ ഇത് എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ഫുഡ് ബ്ലോഗിങ് എന്ന് പറയുന്ന എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അതായത് ഇത് മാത്രമാണ് അവർ ഹെൽപ്പ് ചെയ്യുന്നത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം വളരെ നല്ല ഫുഡ് കൊടുക്കുന്ന ആൾക്കാർ ഈവൻ ഒരു റിവ്യൂ പോലും ഇല്ലാതെ പോലും അവർ ഫ്ലറിഷ് ചെയ്യും. പക്ഷേ ഈ ഒരു ഡിജിറ്റൽ മീഡിയ ഒരു കാലത്ത്, അല്ലെങ്കിൽ ഇപ്പം ഒരുപാട് കോമ്പറ്റീഷൻ ഉള്ള കാലത്ത്, ഒരു സോഷ്യൽ മീഡിയ ഒരു ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കൂടെ ഈ ഒരു റിവ്യൂസ് അല്ലെങ്കിൽ ഈ ഒരു റെസ്റ്റോറൻറ്റ്സിനെ കുറിച്ച് എടുത്ത് പറയുന്ന ഒരു ആഡഡ് ബോണസ് തന്നെയാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ്സിന്. ഏത് റെസ്റ്റോറൻ്റ് ആണെങ്കിലും നമ്മൾ ഓർക്കും, ഓക്കെ ഒരു ഭയങ്കര വലിയൊരു ബ്രാൻഡിന് അവർക്ക് എന്തിനാ വീഡിയോസൊക്കെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, ദേ ഡോണ്ട് ഹാവ് ടു ഡു മാർക്കറ്റിംഗ് എന്ന് തോന്നും, ബിക്കോസ് ദേ ആർ ഓൾറെഡി ഇൻ ഗുഡ് ബിസിനസ്. പക്ഷേ അവരും റെലവൻ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അവരും ഇതുപോലെ ഇൻഫ്ലുവൻസേഴ്സിനെ റീച്ച് ഔട്ട് ചെയ്യും, അവരും ഇതുപോലെ റെഗുലർലി ഡിജിറ്റൽ സ്പേസിൽ മാർക്കറ്റ് ചെയ്യും. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. പക്ഷേ 100% അത് മാത്രമല്ല കാരണം എന്ന് നമുക്ക് പറയാം.
ഈറ്റ് ട്രിവാൻഡ്രം എന്നുള്ള പേജിൽ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ യു ഹാവ് ബിൽറ്റ് ഒരു ക്രെഡിബിലിറ്റി. അപ്പോൾ ആ ക്രെഡിബിലിറ്റി ബിൽഡ് ചെയ്യാനായിട്ട് എന്തൊക്കെ സ്റ്റെപ്സ് ആണ് വാട്ട് ഹാവ് യു ടേക്കൺ ടു എൻഷുർ ദാറ്റ് ആ ഒരു ക്രെഡിബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്? ഫസ്റ്റ് ഓഫ് ഓൾ ഒരു എത്തിക്കൽ വേ എന്നുള്ളതാണ് നമ്മളൊരു പ്രൈമറി ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത്. അതായത് ഇപ്പം ഇതും വളരെ കോണ്ടസ്റ്റഡ് ഓർ ഡിസ്കസ് ടോപ്പിക്കാണ്. എൻ്റെ ശരി മറ്റുള്ള ഒരാളുടെ ശരി ആയിരിക്കില്ല ഒരിക്കലും. പക്ഷെ നമ്മുടെ ഒരു ഗ്രൂപ്പിൽ നമ്മുടെ ശരിയായിട്ട് തോന്നുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈറ്റർ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ഫോളോ ചെയ്തത്. അതേ ഒരു പ്രിൻസിപ്പിൾ, അതേ ഒരു വാല്യൂ തന്നെയാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും നമ്മളിപ്പോൾ വാട്സാപ്പിലും ഒക്കെ ആക്റ്റീവാണ്. ഇവിടെയൊക്കെ നമ്മൾ കൊണ്ടുപോകുന്നതും സെയിം ഒരു വാല്യൂ സിസ്റ്റം, ഒരു വാല്യൂ സ്ട്രക്ചറാണ്. അതിൻ്റെ ബേസിസ് ഈ പറഞ്ഞ പോലെ എത്തിക്കലായിട്ട് കാര്യങ്ങൾ ചെയ്യുക. വി ഗെറ്റ് പെയ്ഡ് ടു ഡു വീഡിയോസ്. അത് നമ്മൾ ആർക്കും മറച്ചു വെക്കുന്നില്ല. നമ്മുടെ എല്ലാ വീഡിയോസിലും പെയ്ഡ് വീഡിയോ ആണെങ്കിൽ ഒരു ബ്രാൻഡ് കൊളാബ് എന്ന് പറഞ്ഞ #, നമ്മളെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യും. അപ്പം ആൾക്കാർക്കറിയാം നമ്മൾ വീഡിയോ എടുത്താൽ ഇത് ഓക്കെ, ഇത് പെയ്ഡ് വീഡിയോ ആണ് ഓർ ഇത് അൺപെയ്ഡ് വീഡിയോ ആണെന്നുള്ള ക്ലിയർ ഡിസ്റ്റിങ്ഷൻ അറിയാൻ പറ്റും ആൾക്കാർക്ക്. അപ്പോൾ ആ ഒരു ഇതാണ് നമ്മൾ ബേസിക്കലി ഫോളോ ചെയ്യുന്ന. ആ ഒരു ക്രെഡിബിലിറ്റി ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇതിൻ്റെ ഒരു ഓപ്പോസിറ്റ് സൈഡും ഉണ്ട്. ഒരുപാട് പേര് നമ്മുടെ അടുത്ത് പറയാറുണ്ട്, ഈറ്റ് ട്രിവാൻഡ്രം അവർ പെയ്ഡ് അല്ലേ എന്നുള്ള ചോദിക്കുന്നത്. ഈറ്റ് ട്രിവാൻഡ്രം മാത്രമല്ല, ഏത് പേജ് ഇൻഫ്ലുവൻസർ പേജിന് ഈ ഒരു ക്വസ്റ്റ്യൻ കേൾക്കുന്നൊരു സംഭവമാണ്. പക്ഷേ ആ നോയ്സ് നമ്മൾ വി ഡെഫിനറ്റ്ലി ഹാവ് ടു ഹിയർ ദോസ് നോയ്സസ്, ബിക്കോസ് അത് കേട്ടാലേ നമുക്ക് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അവരുടെ വ്യൂ പോയിന്റ് എന്താണ്, അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും പഠിക്കാൻ പറ്റുമെന്ന് അഫ്കോഴ്സ് കേൾക്കണം. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മൾ ഫോളോ ചെയ്യുന്ന വാല്യൂസ് അല്ലെങ്കിൽ ആ ഒരു എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ഒക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. ആദ്യം തൊട്ട് അവസാനം വരെ റെസ്റ്റ് വിൽ ഫോളോ ഇൻ ടു പ്ലേസ് എന്ന് വിശ്വസിക്കുന്നു. ഈറ്റ് ട്രിവാൻഡ്രം എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? അതായത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു പേജ് തുടങ്ങണം, ഒരു ഇൻഫ്ലുവൻസർ ആകണം എന്നുള്ള രീതിയിലല്ല ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ പൂനെയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് കണ്ട്, അവിടെ ഇത്രയും ആക്റ്റീവാണ് ആ ഫേസ്ബുക്ക് ഗ്രൂപ്പ്. അത് ഫുഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു, എന്ത് കഴിക്കാം, എന്ത് കഴിച്ചിട്ട് കൊള്ളാമോ ഇല്ലയോ എന്നൊക്കെ പറയുന്നു. അപ്പം നമുക്ക് ട്രിവാൻഡ്രത്തും അങ്ങനെ ഒരു സംഭവം വേണം എന്ന് തന്നെ മനസ്സിൽ ആ സമയത്ത് സ്ട്രൈക്ക് ചെയ്തു. പക്ഷെ അത് സ്റ്റാർട്ട് ചെയ്ത് ഇത്രയും വലിയ ഒരു കമ്മ്യൂണിറ്റിയായിട്ട് ഗ്രോ ചെയ്യുന്ന ആ സമയത്ത് വിചാരിച്ചില്ല. ഒരു മോട്ടീവും ഇല്ലായിരുന്നു ആ സമയത്ത്. പൂനെ എന്ന് പറയുന്ന സ്ഥലം ഒത്തിരി സ്ട്രീറ്റ് ഫുഡ്സും ഒത്തിരി ആൾക്കാർ വന്ന് കൂടുന്നൊരു സ്ഥലം കൂടെയാണ്. ഇവിടെയും IT പാർക്ക് ഉള്ളതുകൊണ്ട് പല സ്ഥലങ്ങളിലുള്ള ആൾക്കാർ വരുന്നുണ്ട്. അതൊരു ചലഞ്ച് അല്ലായിരുന്നു? അങ്ങനെ ഒരു സാധനത്തിന്, ഇല്ലാത്ത സംഭവത്തിന് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ചലഞ്ച് ആയിരുന്നു. പക്ഷേ എന്തോ കാരണം കൊണ്ട് അതങ്ങ് ക്ലിക്കായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് ആ സമയത്ത് വേറെ ഫുഡ് ഗ്രൂപ്പ്സ് ഉണ്ട് ട്രിവാൻഡ്രത്ത്, പക്ഷേ ആക്റ്റീവ് അല്ല, അഡ്മിൻസ് ഇൻവോൾവ് അല്ല. അതായത് ഇപ്പം വെറുതെ ഒരു ഗ്രൂപ്പ് തുടങ്ങി അങ്ങ് വിട്ടിട്ട് അതങ്ങനെ റൺ ചെയ്യട്ടെ എന്ന് വിചാരിക്കുന്നത് ശരിയായ ഒരു രീതിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആയി ഇതിൽ. സ്റ്റാർട്ട് ചെയ്തിട്ട് എൻ്റെ ഫ്രണ്ട്സിനെ ആഡ് ചെയ്യുന്നു, കുറേ റെസ്റ്റോറൻറ്റ്സിനെ അങ്ങോട്ട് റീച്ച് ഔട്ട് ചെയ്യുന്നു. സാർ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്, ഇറ്റ് മൈറ്റ് ബി ബെനിഫിഷ്യൽ ഫോർ യു, പ്ലീസ് ജോയിൻ ആൻഡ് സി എന്ന് പറഞ്ഞ് ഞാൻ എല്ലാവർക്കും ട്രിവാൻഡ്രത്തുള്ള ഫേസ്ബുക്കിൽ പേജസ് ഉള്ള എല്ലാ റെസ്റ്റോറൻറ്റ്സിനും ഞാനിത് മാക്സിമം അയക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ ഗ്രൂപ്പിന് തുടക്കം. അപ്പോൾ അവരൊക്കെ കുറച്ച് പേര് ജോയിൻ ചെയ്തു, എൻ്റെ ഫ്രണ്ട്സ് ജോയിൻ ചെയ്യുന്നു, അവർക്ക് ഇഷ്ടപ്പെടുന്നു. പിന്നെ അവർ അവരുടെ ഫ്രണ്ട്സിനെ ഇത് കൊള്ളാടാ നീ ഒന്ന് കയറി നോക്കുമെന്ന് പറഞ്ഞ് ആഡ് ചെയ്യുന്നു. അങ്ങനെ ഒരു നെറ്റ്വർക്കിംഗ് രീതിയിൽ മെമ്പേഴ്സ് ആഡ് ആയിട്ട് വരുമ്പോഴാണ് ഈ ഒരു ഗ്രോത്ത്. ട്രിവാൻഡ്രത്ത് അന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താണ് ഇവിടെ ഏറ്റവും, അതായത് ഇതുപോലെ സ്ട്രീറ്റ് ഫുഡായിട്ടോ അല്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ട് കാണിക്കാൻ പറ്റുമെന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ എന്തായിരുന്നു? ആ സമയത്ത് ഞാൻ പൂനെയല്ല, നേരത്തെ പറഞ്ഞാൽ പൂനെ ഇരിക്കുവാണ്. അപ്പം ഞാൻ ട്രിവാൻഡ്രം അധികം ഫുഡ് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല ആ സമയത്ത്. ആ ഒരു 2015 കാലത്തിൽ ഞാനങ്ങനെ ട്രിവാൻഡ്രത്ത് ഭയങ്കരമായിട്ട് പോയി കഴിക്കുന്ന ഒരാളാണ്. കാരണം ഞാൻ പഠിച്ചത് കോയമ്പത്തൂർ, പിന്നെ വർക്ക് ചെയ്ത പൂനെ. അപ്പം ഒരു ട്രിവാൻഡ്രം കണക്ഷൻ അധികം ആ സമയത്തില്ല. അപ്പോൾ ഈ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് കുറേ റിവ്യൂസ് വരുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഇങ്ങനത്തെ കടകളൊക്കെ ട്രിവാൻഡ്രത്തുണ്ടോ. അങ്ങനെ ഞാൻ അന്തം വിട്ടു പോയൊരു കടയാണ്. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഗുഡ് മോർണിംഗ് ഹോട്ടൽ. കാരണം ഭയങ്കരമായിട്ട് റിവ്യൂസ് വന്നിരുന്ന കടയാണ്, പൊറോട്ടയും ബീഫും. ഞാനാണെങ്കിൽ അവിടെ പോയിട്ടില്ല അതുവരെ. ഗ്രൂപ്പ് തുടങ്ങി കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടല്ലോ എന്നാൽ പോയി കഴിക്കണം എന്ന് പറഞ്ഞ് പോകുന്നത്. പിന്നെ കുറച്ച് പുറത്ത് പറയാൻ പറ്റാത്ത കുറച്ച് നമ്മളും അവരുമായിട്ട് ഇഷ്യൂ വന്ന കുറച്ച് കടകളുണ്ട്. ഭയങ്കര വൈറലായിരുന്നു, നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ട് ഭയങ്കര വൈറലായി. അത് അവസാനം കുറേ പ്രശ്നങ്ങളായി, നമ്മൾ അവരെ ഗ്രൂപ്പിൽ നിന്നൊക്കെ റിമൂവ് ചെയ്ത് കളയേണ്ടി വന്ന അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട്. എന്താണ് ഇഷ്യൂ പറയാൻ പറ്റുന്നത്? ഇഷ്യൂ കടയുടെ പേര് പറയാതെ പറയാം. അതായത് ഇത് ആക്ച്വലി എല്ലാവർക്കും ബാധകമാണ്, എല്ലാ റെസ്റ്റോറൻറ്റ് ഓണേഴ്സിനും ബാധകമാണ്. അപ്പം നമ്മൾ ഗ്രൂപ്പിൽ ഒരു സമയം കഴിഞ്ഞപ്പോഴത്തേക്കും അഡ്വർടൈസ്മെൻറ്റ്സ് ഒരുപാട് വന്നു തുടങ്ങി. അതായത് റിവ്യൂ പ്ലാറ്റ്ഫോം എന്ന് ഞാൻ വിളിക്കില്ല, ഇറ്റ്സ് എ ഫുഡ് പ്ലാറ്റ്ഫോം എന്ന് ഞാൻ ഈ ട്രിവാൻഡ്രത്തിനെ വിളിക്കുള്ളൂ. അപ്പം മെമ്പേഴ്സ് കൂടി വരുമ്പോഴത്തേക്കും ഈ റെസ്റ്റോറൻറ്റ് ഓണേഴ്സും അതേപോലെ ആഡായി തുടങ്ങി. ആൻഡ് അവർ ഡെയിലി അഡ്വർടൈസ്മെൻറ്റ് പോസ്റ്റ് ചെയ്ത് തുടങ്ങി. അപ്പോൾ ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേക്കും ഇതൊരു അഡ്വർടൈസ്മെൻറ്റ് പ്ലാറ്റ്ഫോം പോലെ മാറി വരുന്ന ഒരു ട്രെൻഡ് കണ്ടു തുടങ്ങി.
ആ സമയത്ത് നമ്മൾ പറഞ്ഞു ഓക്കെ വി ഹാവ് ടു മേക്ക് എ റെസ്ട്രിക്ഷൻ. ഇത്രയും ഡെയിലി ഇങ്ങനെ വന്നുകൊണ്ടിരുന്നാൽ നമ്മുടെ ആ ഒരു എസൻസ് പോകും. അപ്പോൾ അങ്ങനെയാണ് ഒരു 1 അഡ്വർടൈസ്മെൻറ്റ് പെർ 7 days എന്നുള്ളൊരു കോൺസെപ്റ്റിലോട്ട് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇത് ഇഷ്ടപ്പെടാത്ത കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അതെങ്ങനെ ശരിയാവും, നമുക്ക് പോസ്റ്റ് ചെയ്യണ്ടേ? ഞാൻ പറഞ്ഞു സാർ, നമ്മൾ ഇങ്ങനൊരു ചെറിയ പ്രശ്നമുണ്ട്, എന്നും നിങ്ങൾ ഇത് പോസ്റ്റ് ചെയ്താൽ ആൾക്കാർ മടുക്കും, നിങ്ങളെയും മടുക്കും നമ്മളെയും മടുക്കും. അപ്പം ഒരു ബാലൻസ് വെച്ച് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റെസ്ട്രിക്ഷൻ കൊണ്ടുവരുന്നത്. അത് ആ ഓണറിന് ഇഷ്ടപ്പെട്ടില്ല. പുള്ളി ഭയങ്കരമായിട്ട് ഒഫൻഡായി. തനിയെ ഗ്രൂപ്പ് തുടങ്ങി. അവിടെ പിന്നെ ഡെയിലി അഡ്വർടൈസ്മെൻറ്റ് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് അത് ഭയങ്കര വൈറലായി. പക്ഷേ പിന്നെ ഫ്യൂച്ചറിലൊരു ഇൻ്റർവ്യൂ ഒക്കെ കൊടുക്കുമ്പോഴത്തേക്കും പുള്ളി ഫേമസ് ആയി കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ, ഓരോ മാഗസീൻസിന് ഇൻ്റർവ്യൂ കൊടുത്തപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞത് നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാൻ കാശ് മേടിച്ചു തുടങ്ങി, വിച്ച് വി ഡോണ്ട്. നമ്മൾ ഫേസ്ബുക്കിൽ മോണിറ്റൈസിങ് ചെയ്യുന്നില്ല, കാശ് മേടിച്ചു തുടങ്ങി. ആൻഡ് അവരുടെ നെഗറ്റീവ് റിവ്യൂസ് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മറ്റുള്ള റെസ്റ്റോറൻറ്റിൽ നിന്ന് കാശ് മേടിക്കുന്നു ഒരു ലീഡിങ് മാഗസീൻ ഇൻ്റർവ്യൂ കൊടുത്തു. ആൻഡ് ദേ പബ്ലിഷ് ഇറ്റ് ഓൾസോ. സോ ഇത്രയായപ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞു ഓക്കെ, വി ഹാവ് ടു കട്ട് ടൈസ്. ഇവരുമായിട്ട് ഇനി അധികം നമ്മളെ ഗ്രൂപ്പിൽ ഇവരെ എൻകറേജ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് റിമൂവ് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലോട്ട് പോയി. അപ്പം അതൊരു എക്സാമ്പിളാണ്. ഭയങ്കരമായിട്ട് റിവ്യൂസ് വന്ന ഒരു കടയാണ്. ഇപ്പോൾ പറഞ്ഞില്ലേ, നമ്മുടെ ചില വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ അത് വൈറലാകും, ആ ഒരു ഡിഷ് ഭയങ്കര വൈറലാകും, അല്ലെങ്കിൽ ആ ഒരു ഹോട്ടൽ ഭയങ്കര വൈറലാകും. അങ്ങനെ വൈറലാവുന്ന സാധനങ്ങൾ ലൈക്ക് ഫുട്ഫോളിനെ ഡെഫിനറ്റ്ലി അഫക്റ്റ് ചെയ്യും, ഒരുപാട് ഫുട്ഫോൾ വരാൻ സഹായിക്കും. പക്ഷേ ചില ഹോട്ടലുകൾ കേട്ടിട്ടുണ്ട് ഇതുപോലെ വൈറലായിട്ട് പൂട്ടി പോകേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്, ബിക്കോസ് അവർക്കത് മെയിൻറ്റെയിൻ ചെയ്യാനോ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അപ്പം ഈ വൈറാലിറ്റി അതെങ്ങനെ ആ ഇൻഡസ്ട്രിയെ ബാധിക്കില്ല, ആ ഒരു റെസ്റ്റോറൻറ്റിനെ ബാധിക്കും? വാട്ട് ഈസ് യുവർ തോട്ട് ഓൺ ഇറ്റ്? ഈ പറഞ്ഞ പോലെ 2 ആംഗിളും ഉണ്ട് അതിൽ. ഭയങ്കരമായിട്ട് അവർക്ക് നല്ല ബിസിനസ് കൊടുക്കാനും പറ്റും, പക്ഷെ അതേപോലെ അവരെ ഒരു കെണിയിൽ പെടുത്താനും പറ്റുന്ന ഒരു സംഭവമാണ്. മെയിൻ കണ്ടുവരുന്നതെന്ന് വെച്ചാൽ ഇപ്പം ഒരു വീഡിയോ വൈറലായി, അപ്പോൾ അവിടെ ആൾക്കാർ കൂടുന്നു. ഒരു ഓണേഴ്സും ഒരു ബിസിനസ് നടത്തുന്ന ഒരു ഫുഡ് ബിസിനസ് നടത്തുന്ന ആൾക്കും ഇന്ന് നമുക്ക് മോശം ഫുഡ് കൊടുക്കാം എന്ന് പറഞ്ഞ് ആരും ചെയ്യുന്നതായിട്ട് എനിക്കറിയത്തില്ല. മോശം എക്സ്പീരിയൻസ് വരുന്നത് വേറെ പല കാരണങ്ങൾ കൊണ്ടായിരിക്കും. അപ്പം ഇതുപോലെ വൈറലാകുമ്പോഴത്തേക്കും പെട്ടെന്ന് അടുത്ത ദിവസം ഒരു 10 പേര് പോയിക്കൊണ്ടിരുന്ന കടയിൽ 100 പേര് പോകുമ്പോൾ ചിലപ്പോൾ അവർക്ക് കിച്ചൺ മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. അവർക്ക് ഇത്രയും ഓർഡേഴ്സ് ഒരുമിച്ച് വരുമ്പോൾ അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു അവസ്ഥയിലോട്ട് പോകും. കൂടുതൽ അതാണ് കണ്ടുവരുന്നത്. അത് കഴിഞ്ഞ 10 വർഷവും ഞാൻ നോക്കുമ്പം ഈ ട്രിവാൻഡ്രത്ത് പല ഇൻഫ്ലുവൻസേഴ്സും ചെയ്യുന്ന വീഡിയോസിൽ അത് കഴിഞ്ഞിട്ട് ഭയങ്കര ഒരു റീച്ചും ഭയങ്കര ഒരു ഫുട്ഫോളും, കടയിൽ പോകുമ്പം ടേസ്റ്റ് പോരാ, പണ്ടത്തെ അത്ര പോരാ, ഇവർ ഭയങ്കര ഡിലേ, ഇതൊക്കെ സ്ഥിരം കേൾക്കുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ ഒരു നെഗറ്റീവ് സൈഡും കൂടെ ഉണ്ട് ഈ വൈറാലിറ്റി വരുമ്പോഴത്തേക്കും. അപ്പം അത് ഇപ്പം എങ്ങനെയാണ് അതിൻ്റെ സൊല്യൂഷൻ എന്നറിയില്ല. ഒരു റെസ്റ്റോറൻറ്റ്സ് ബേസിക്കലി അവരുടെ SOPs സ്ട്രോങ് ആയാലും എനിക്ക് തോന്നുന്നു ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അത്യാവശ്യം മാനേജ് ചെയ്ത് പോകാൻ പറ്റേണ്ടതാണ്. ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബ്ലോഗേഴ്സ് മാത്രമല്ല വേണ്ടത്, ഒരു കൺസൾട്ടൻ്റ്, അതിന് വേണ്ടിയിട്ട് ബേസിക് ബേബി സ്റ്റെപ്സ് പോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ളൊരു ഗ്രോത്ത്, അതാണല്ലോ എപ്പോഴും ഒരു സസ്റ്റൈനബിൾ ഗ്രോത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ രീതിയിൽ, അപ്പോൾ നിങ്ങൾ ഒരു ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, ഒത്തിരി റെസ്റ്റോറൻറ്റ്സ് വളരുന്നതും അത് സക്സസ് ആവുന്നതും ഫെയിലിയറും ഒക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസിൽ ഇവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ പുതിയ റെസ്റ്റോറൻറ്റ് തുടങ്ങുന്ന ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന, ഇത് ബേസിക്കലി ഞാൻ കണ്ടിട്ടുള്ളത് റെസ്റ്റോറൻറ്റ്സിൽ ഇതിനു മുമ്പേ റെസ്റ്റോറൻറ്റ് നടത്തി പരിചയമുള്ള ആൾക്കാർ സ്റ്റാർട്ട് ചെയ്യുന്ന ബിസിനസ് ഉണ്ട്. അതെനിക്കൊന്ന് കുറച്ചും കൂടെ അവർ സെൽഫ് പുഷ്ഡ് ആണ്. അല്ല, അവർക്ക് വേറെ ഒരു എക്സ്റ്റേണൽ പുഷിൻ്റെ അധികം ആവശ്യം വരാറില്ല. അറ്റ് ദ സെയിം ടൈം നമ്മളിപ്പോൾ കണ്ടുവരുന്നത് പുതിയ പ്ലെയേഴ്സ്, ഇതുവരെ റെസ്റ്റോറൻറ്റ് ഒരു ഫുഡ് ബിസിനസ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ ഇൻഡസ്ട്രിയിലോട്ട് വരുമ്പോഴാണ് മെയിനായിട്ട് ഈ പറഞ്ഞ ഒരു പ്രശ്നം വരിക. അതായത് അവർക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ സ്റ്റക്കായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ബേസിക്കലി കുറച്ച് നാളത്തേക്ക് കൺസൾട്ടൻറ്റിനെ വെക്കുക. ഈ കൺസൾട്ടൻറ്റ് ഹാസ് സീൻ ഓൾ അപ്സ് ആൻഡ് ഡൗൺസ് ഓഫ് ദ റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രി. നല്ല കൺസൾട്ടൻറ്റിനെ വെക്കുക. അപ്പോൾ അവരെ ഒരു 3 മാസം, ഒരു 6 മാസത്തേക്ക് ജസ്റ്റ് ലോഞ്ച് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ അവർ നോക്കിക്കോളാം എന്ന് പറഞ്ഞൊരു രീതിയിലോട്ട് പോകാതെ അവർ കുറച്ചാൾ ഒരു വർഷം, 1.5 വർഷം, 2 വർഷത്തേക്ക് ആ ഒരു കൺസൾട്ടൻസി മെയിൻറ്റെയിൻ ചെയ്തിട്ട് പതുക്കെ നേരത്തെ പറഞ്ഞ പോലെ ഓർഗാനിക് ഗ്രോത്തിലോട്ട് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ പതുക്കെ ഇൻഫ്ലുവൻസർ മാർക്കറ്റിങ്ങിലോട്ട് പോവുക, പിന്നെ കുറേ ഓഫ്ലൈൻ ഓൺലൈൻ ഇവൻറ്റ്സ് നടത്തുക, കോൺടെസ്റ്റ് നടത്തുക, ആൻഡ് റെലവൻ്റ് ആയിട്ടിരിക്കുക എന്നുള്ളൊരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പം ഓർഗാനിക് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഭയങ്കര വൈറൽ വീഡിയോസ് ചെയ്യാതിരിക്കുന്നതും ഇസ് ഓൾസോ ഗുഡ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം നിങ്ങൾ കസ്റ്റമേഴ്സിൻ്റെ മുമ്പിൽ അവിടെ ഇവിടെ നിങ്ങളുടെ പേര് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് ഇസ് എ ബിഗ് ബൂസ്റ്റ് ഫോർ യുവർ ബിസിനസ്. സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് റൺ ചെയ്യാൻ വേണ്ടി ഒരു 5 steps പറയുകയാണെങ്കിൽ എന്തായിരിക്കും? ഫുഡ് നല്ലതാക്കുക എന്നുള്ളതാണ് ഒരു റെസ്റ്റോറൻറ്റിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ മുമ്പിൽ തന്നെ ഒരുപാട് എക്സാമ്പിൾ കാണാം. ആംബിയൻസ് ഇല്ല, ലൈക്ക് വലിയ ലൊക്കേഷൻ അല്ല, പക്ഷേ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ കുറേ ഡിസ്റ്റൻസ് പോവുക, അല്ലെങ്കിൽ ലൈക്ക് ഒരു വണ്ടി എടുത്ത് 4 പേരായിട്ട് ഒരു 40 കിലോമീറ്റർ അപ്പുറത്ത് പോയി കഴിക്കുക, 40-100 കിലോമീറ്റർ അപ്പുറത്ത് പോയി കഴിക്കുക എന്നൊക്കെ നമ്മൾ സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങളാണ്.
അതുകൊണ്ട് ഫുഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എത്ര ആംബിയൻസ് വെച്ചാലും എത്ര സ്റ്റൈലിഷ് മെനു ഒക്കെ സെറ്റ് ചെയ്താലും അൾട്ടിമേറ്റ്ലി ഫുഡ് നല്ലതായാൽ ഓൾമോസ്റ്റ് പകുതി പ്രശ്നങ്ങൾ അവിടെ കഴിഞ്ഞു എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. പിന്നെ SOP, നേരത്തെ പറഞ്ഞ പോലെ SOP സെറ്റ് ചെയ്യുക. ഒരു ലൈക്ക് കിച്ചണിലാണെങ്കിലും സർവീസിലാണെങ്കിലും ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിലും എന്നാലേ ഒരു കൺസിസ്റ്റൻസി വരുള്ളൂ. ഇപ്പോൾ കൺസിസ്റ്റൻസി വന്നില്ലെങ്കിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ വരും. നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒരു സംഭവമാണ് പണ്ടത്തെ പോലെ പണ്ടത്തെ അത്ര പോരാ, അല്ലെങ്കിൽ പണ്ടത്തെ ആ ടേസ്റ്റ് ഇപ്പോഴില്ല എന്ന് പറയുന്നൊരു സംഭവം നമ്മൾ സ്ഥിരം കേൾക്കുന്നതാണ്. അതിൻ്റെയൊക്കെ ബേസ് എനിക്ക് തോന്നുന്നു ഒരു പ്രോപ്പർ SOP മെയിൻറ്റെയിൻ ചെയ്യാത്തത് കൊണ്ടായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ലൊക്കേഷൻ ടു ആൻ എക്സ്റ്റെൻറ്റ് ഒരു ഫാക്ടറാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മൾ 100 കിലോമീറ്റർ അപ്പുറത്ത് പോയി കഴിക്കും, എന്നാലും പക്ഷേ ഒരു ഡെയിലി ബേസിസിൽ റെഗുലർ കസ്റ്റമേഴ്സ് വരാൻ ഒരു പ്രോമിനൻറ്റ് ലൊക്കേഷൻ കിട്ടുന്നത് ഒരു മേജർ ഫാക്ടറാണ്. പാർക്കിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പാർക്കിംഗ് കിട്ടാത്ത കുറേ കടകളാവും ഇന്നിപ്പോൾ പോകണ്ട, നമുക്ക് വേറെ ദിവസം നോക്കാമെന്ന് പറഞ്ഞ് നമ്മൾ സ്കിപ്പായി പോകുന്ന ഇൻസ്റ്റൻസസ് ഉണ്ട്. ഒരു ഫെയിലിയർ സ്റ്റോറി പറയുവാണെങ്കിൽ ഇപ്പോൾ ഇതുപോലെ പ്രോപ്പറായിട്ടുള്ളൊരു സ്റ്റെപ്പ് എടുക്കാത്തത് കൊണ്ട് ഫെയിലായി പോയിട്ടുള്ള എന്തെങ്കിലും? ഒരു നല്ല റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു ട്രിവാൻഡ്രത്ത്, സിലാൻഡ്രോ എന്നാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര്. ഭയങ്കര നല്ല ഫുഡായിരുന്നു. വെസ്റ്റ് ബംഗാളിൽ നിന്ന് ഇങ്ങോട്ട് ഫാമിലി ആയിട്ട് വന്ന് ആ സാറും മാഡവും കൂടെ നടത്തുന്ന റെസ്റ്റോറൻ്റ് ആയിരുന്നു. പക്ഷെ അവർ അടയ്ക്കേണ്ട ഒരു സാഹചര്യം വന്നു. എനിക്കത് 100% പറയാൻ പറ്റുന്നില്ല, അത് ലൊക്കേഷൻ കൊണ്ടാണോ എന്തുകൊണ്ടാണോ അറിയത്തില്ല. പക്ഷേ ഭയങ്കര കസ്റ്റമർ സർവീസ് ആയിരുന്നു. അവർ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ലൈക്ക് ഒരു മോഡൽ കസ്റ്റമർ സർവീസ് തരുന്ന ഒരു റെസ്റ്റോറൻറ്റ്, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരുന്നു അവർ. പക്ഷെ എന്നിട്ടും അവർ പ്രോബ്ലി ക്ലിക്ക് ആവാത്താണോ ആൾക്കാരിൽ എത്താൻ പറ്റാത്തതാണോ എന്നറിയത്തില്ല. ആ സമയത്ത് ഈ സോഷ്യൽ മീഡിയ അധികം ഇല്ല. അതുപോലെ വഴുതക്കാട് സിന്ദൂർ ഭയങ്കര ലൈക്ക് ഫേവറേറ്റ് ഒരു കടയായിരുന്നു. ഫാമിലി ഒരു ഔട്ടിങ് പോവുകയാണെങ്കിൽ സിന്ദൂർ ഉണ്ടല്ലോ, അങ്ങോട്ട് പോവാം. അവിടുത്തെ ആംബിയൻസ് കണ്ടിട്ടുണ്ടോ? അകത്ത് കുറേ കാട് പോലെയും വെള്ളമൊക്കെ പോകുന്ന ഒരു ആംബിയൻസ് ഒക്കെ ആയിരുന്നു സിന്ദൂറിൽ. ആൻഡ് ഇറ്റ് ഈസ് ഓൾവേസ് ക്രൗഡഡ്. പക്ഷെ അത് അടച്ചു. അതെന്താ കാരണം എന്ന് അറിയത്തില്ല. പക്ഷെ അത് പറഞ്ഞ പോലെ ഫെയിലിയർ സ്റ്റോറീസ് അല്ല. പക്ഷെ എന്തുകൊണ്ടോ നേരത്തെ ഇപ്പം വന്നിരുന്നെങ്കിൽ ഭയങ്കര ഹിറ്റായ ആവേണ്ട സ്ഥലങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇതുപോലെ ഇവിടെ നിന്ന് പോകുന്ന കുറച്ച് റെസ്റ്റോറൻറ്റുകളുണ്ട്. അതിൽ പെട്ടതാണ് സംസം, മാസാദ്, ഇതൊക്കെ. സോ ഇതെല്ലാം ഒരു ഇമോഷണൽ കണക്ഷൻ്റെ ഭാഗമായിട്ടാണോ അതോ അവരുടെ വേറെന്തെങ്കിലും രീതിയിലുള്ള? എല്ലാം ഉണ്ട്. ഇമോഷണൽ കണക്ട് ആൻഡ് നൊസ്റ്റാൾജിയ ഇസ് ഡെഫിനറ്റ്ലി ദെയർ. കാരണം നമ്മൾ ഞാൻ കൊച്ചിലെ ആസാദിലും സംസമിലും പോകും. കാരണം അച്ഛൻ്റെ അമ്മയുടെയും കൈ പിടിച്ച് പോകുന്ന ഒരു കടയാണ് ആസാദും സംസവും. ഇപ്പോഴും അച്ഛൻ്റെ അമ്മയുടെയും കൂടെ നമ്മൾ പോകും, ഓർ വൈഫിനെയും കൊണ്ടുപോകും, ഓർ ഫ്രണ്ട്സിനെയും കൊണ്ടുപോകുന്ന ഒരു കടയാണ്. അത് ഒരു വികാരം എന്ന് നമുക്ക് പറയാം. ലെഗസി എന്ത് വേണമെങ്കിലും വിളിക്കാം. അന്നും ഇന്നും ഫുഡ് നല്ലതാണ്. ആസാദിലെ ബിരിയാണി, കൊത്തു പൊറോട്ട, ചിക്കൻ ഫ്രൈ ഒക്കെ അന്നും ഇന്നും ആൾക്കാർ അത് തേടി പോകുന്നൊരു കടയാണ്. സെയിം വിത്ത് സംസമിലെ ഷവായ ട്രിവാൻഡ്രത്ത് ഇത്രയും പോപ്പുലറൈസ് ചെയ്യുന്ന പ്രോബ്ലി സംസം ആയിരിക്കും. ഇപ്പോഴും നമ്മളവിടെ ക്യൂ ആണ്. ട്രിവാൻഡ്രത്തിൻ്റെ ലൊക്കേഷന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥലമാണ്. ലൈക്ക് ഇപ്പം കഴക്കൂട്ട് ഏരിയ നോക്കുകയാണെങ്കിൽ മൊത്തം ഒരു IT സെക്ടറാണ്. IT ആയിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ് അവിടെ നിൽക്കുന്നത്. ഇപ്പം പട്ടം കേശവാസരൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെ ഒത്തിരി സ്റ്റുഡൻസ്, ഒരുപാട് കോളേജസ്, ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉള്ള സ്ഥലമാണ്. പിന്നെ നമ്മുടെ സെക്രട്ടേറിയറ്റ് ആ ഭാഗത്തോട്ടൊക്കെ പോകുമെങ്കിൽ ഒരുപാട് ഗവൺമെൻറ് എംപ്ലോയീസും അങ്ങനെയുള്ളൊരു ഏരിയയാണ്. അപ്പം അവിടെയുള്ള ടാർഗറ്റ് ഓഡിയൻസ് ഓരോരുത്തരും ഡിഫറെൻ്റ് ആണ്. അത് ട്രിവാൻഡ്രത്തിൻ്റെ ഒരു ജോഗ്രഫിക്കൽ ഒരു സംഭവം, ഡെമോഗ്രഫിക്കൽ ഒരു കാരണം കൂടെ ഉണ്ട്. അതായത് പാളയം സ്റ്റഡി പറഞ്ഞ പോലെ സെക്രട്ടേറിയറ്റ് ഉണ്ട്, അവിടെ കുറേ ഗവൺമെൻറ് ഓഫീസസ് ഉണ്ട്. അപ്പോൾ അവിടെ ആൾക്കാർ ഉച്ചയ്ക്ക് പെട്ടെന്ന് ഇറങ്ങി ഊണ് കഴിക്കാൻ പോവുക എന്നുള്ളതാണ് അവിടെ കൂടുതലും വരുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം അവിടെ എല്ലാ ഊണ് കടകളും വെജിറ്റേറിയൻ ആണെങ്കിലും നോൺ വെജിറ്റേറിയൻ ആണെങ്കിലും ലൈക്ക് ലൈനായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. വേറെ ഈ പറഞ്ഞ പോലെ പട്ടം ആ ഒരു സ്ട്രെച്ചിൽ ഒരുപാട് സ്കൂൾസ് ഉണ്ട്. KV, ആര്യ സെൻട്രൽ, അങ്ങനെ ഒരുപാട് സ്കൂൾസ് ഉള്ള സ്ഥലമാണ്. അവിടെ ഈ ജ്യൂസ് കടകൾ, ഷാർജ കിട്ടുന്ന കടകൾ, പിന്നെ ബേക്കറീസ്, പിന്നെ കുറച്ച് ഫാസ്റ്റ് ഫുഡൊക്കെ ആ ഒരു ഏരിയയിലുണ്ട്. ആൻഡ് ഡെഫിനറ്റ്ലി കഴക്കൂട്ടം ഇപ്പം ബൂം ചെയ്തുകൊണ്ടിരിക്കുന്ന കഴക്കൂട്ടം IT ക്രൗഡാണ് അവിടെ കൂടുതൽ, എല്ലാവർക്കും അറിയാം. അവിടെയാണ് ഇപ്പോൾ ആൾക്കാർ എക്സ്പ്ലോർ ചെയ്യുന്നതും ഓർ എക്സ്പാൻഡ് ചെയ്യാൻ നോക്കുന്നതും കഴക്കൂട്ടം സൈഡിലോട്ടാണ്. ഇപ്പം സിറ്റിയിലൊരു ഫുഡ് ഔട്ട്ലെറ്റ് ഉണ്ടെങ്കിലും കഴക്കൂട്ടം സ്പേസ് കിട്ടുമോ എന്നാണ് ഇപ്പം ബിസിനസ്സുകാർ നോക്കുന്നത്. കാരണം അവിടെ ഇറ്റ്സ് ക്രൗഡഡ്. രാത്രി 2 മണിക്ക് പോയാലും ബ്രോക്കോയും ആ ഒരു ഏരിയയിലും ഭയങ്കര ക്രൗഡുമാണ്. വെയിറ്റിംഗ് ലൈൻ നിന്നിട്ടാണ് ആൾക്കാർ ഫുഡ് മേടിക്കുന്നത്. അപ്പോൾ ആ ഒരു ഷിഫ്റ്റ് കാണുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ കഴക്കൂട്ടം സൈഡ് നമ്മൾ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്താൽ ഈ കഫേസ് ഓർ ഹെൽത്തി ഫുഡ് ഓർ ലൈക്ക് ഈവൻ നാടൻ ഫുഡ്, കഴക്കൂട്ടത്ത് അങ്ങനെ ഒരു പ്രശ്നം ഇല്ലാന്ന് തോന്നുന്നു. കാരണം ഒരുപാട് നാടൻ ഫുഡ് കിട്ടുന്ന കടകളും അവിടെ ഫ്ലറിഷ് ചെയ്യുന്നുണ്ട്. പ്രോബ്ലി ഒരു നല്ലൊരു മിക്സ് ഓഫ് ക്രൗഡ് ഉണ്ട് കഴക്കൂട്ടം സ്ട്രെച്ചിൽ. ഇതിൽ ഈ റോങ് പ്ലേസ്മെന്റ് എത്രത്തോളം അഫക്റ്റ് ചെയ്യും? ഗവൺമെന്റ് എംപ്ലോയീസ് കൂടുതലുള്ള സ്ഥലമാണ് നമ്മുടെ പാളയം സെക്രട്ടേറിയറ്റിന്റെ ഭാഗം. അവിടെ പോയിട്ട് ഒരു പ്രീമിയം എക്സാമ്പിൾ മിസ്റ്റിയാൻ മോറ് പോലൊരു ഷോപ്പ് അവിടെ വെക്കുവാണെങ്കിൽ അത് അവിടെ നിലനിന്ന് പോകാന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടാവാം.
ഇപ്പോൾ ഇരിക്കുന്ന ലൊക്കേഷൻസ് അവർക്ക് 2 ലൊക്കേഷൻസ് ഉണ്ട് ട്രിവാൻഡ്രത്ത്. നന്തൻകൂടുണ്ട്, കഴക്കൂട്ടമുണ്ട്, മിഷ്ടി ആൻഡ് മോർ. രണ്ടിടത്തും അവർ അത്യാവശ്യം ക്രൗഡഡുമാണ്. അവർ നല്ലൊരു പേര് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ അത്ര ഇമ്പാക്റ്റ് എനിക്ക് തോന്നുന്നില്ല പാളയം ഒരു സൈഡിലോട്ട് പോകുമ്പോൾ അവർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. ചിലപ്പോൾ പറ്റുമായിരിക്കും, നമുക്ക് 100% അറിയില്ല. പക്ഷേ ഈ ഒരു 2 ലൊക്കേഷൻസ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു അവിടെ കുറച്ച് കുറവ് തന്നെ ആയിരിക്കും. കാരണം ഇവിടെ കഴക്കൂട്ടം സൈഡ് ഓഫ്കോഴ്സ് കുറേ നോർത്ത് ഇന്ത്യൻ ഓർ കേരള അല്ലാത്ത ക്രൗഡ് അവിടെ ഒരുപാടുണ്ട്. അതിൻ്റെ ഒരു റഷ് അവിടെ ഉണ്ട്. ഇവർക്ക് ചാട്ട് കഴിക്കണം, ലൈക്ക് ഉച്ചയ്ക്ക് താലി മീൽസ് കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് പോകുന്ന ആൾക്കാർ ഡെഫിനറ്റ്ലി ദേ ആർ ഗോയിങ് ടു കഴക്കൂട്ടം സൈഡ്. ആൻഡ് ഇവിടെ നന്തൻകൂടാണെങ്കിലും കുറേ ഫാമിലീസാണ് അവിടെ കൂടുതലും പോകുന്ന മിഷ്ടി ആൻഡ് മോർ. അപ്പം ഈ 2 ലൊക്കേഷൻ വെച്ച് മൂന്നാമതൊരു പാളയത്ത് തുടങ്ങിയാൽ ഇത്രയും ക്രൗഡ് വരണമെന്ന് നിർബന്ധമില്ല. പിന്നെ ഇത്രയും നല്ല നോർത്ത് ഇന്ത്യൻ ഫുഡ് കൊടുക്കുന്ന സ്ഥലം വേറെ റെസ്റ്റോറൻറ്റ്സ് ഇല്ലതാനും അല്ലേ? നോർത്ത് ഇന്ത്യൻ ഫുഡ് ആക്ച്വലി കുറച്ച് കുറവാണ്. യെല്ലോ ചില്ലി, ചാട്ട് കാ നഷ, മിഷ്ടി ആൻഡ് മോർ, ഈ 3ഉം. പിന്നെ പണ്ട് മുതലുള്ള കുറേ ധാബ, പഞ്ചാബി ധാബ, ശർമ്മ ധാബ എന്ന് പറയുന്ന കടകളാണ്. ഇപ്പോൾ പിന്നെ ഹോയ് പഞ്ചാബ്, അങ്ങനെ കുറേ. പിന്നെ നോർത്ത് ഇന്ത്യൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് വർഷങ്ങളായിട്ട് ട്രിവാൻഡ്രത്തുള്ള ഹോട്ടൽസ്, ഹൊറൈസൺ പോലത്തെ റെസിഡൻസി ടവർ, ഈ ഹോട്ടൽസ് ഇത് അധികം ആരും സംസാരിച്ചില്ല. ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ വന്നിട്ടില്ല. പക്ഷേ സോ നൈസ് ദെയർ ഫുഡ് ഇസ്. ഇപ്പം ഹൊറൈസണിൽ പോയാലും റെസിഡൻസി ടവറിൽ പോയാലും, ഈ 2 ഞാൻ ഫ്രീക്വൻറ്റ് ചെയ്യുന്ന 2 സ്ഥലങ്ങളാണ്. അവിടെ നോർത്ത് ഇന്ത്യൻ ഫുഡ് സോ നൈസ്. ഈവൻ മറ്റേ ഫുഡും നല്ലതാണ്, പക്ഷേ നോർത്ത് ഇന്ത്യൻ എടുത്ത് പറയാം അവിടെ. ഓക്കെ, അങ്ങനെ അത് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല ആൾക്കാരെന്ന് തോന്നുന്നു. ഒത്തിരി റെസ്റ്റോറൻറ്റ്സിൻ്റെ കാര്യം നമ്മൾ സംസമിൻ്റെ ആസാദിൻ്റെയും പറഞ്ഞ പോലെ നാഷണൽ റെസ്റ്റോറൻറ്റ്സ് ട്രിവാൻഡ്രത്തോട്ടും അല്ലെങ്കിൽ കേരളത്തിലോട്ടും ഒത്തിരി വരുന്നുണ്ട്. അപ്പോൾ അതിൽ ട്രിവാൻഡ്രത്തോട്ട് വന്നിട്ടുള്ള സക്സസ് ആയിട്ടുള്ള നാഷണൽ റെസ്റ്റോറൻറ്റ് ഏതെങ്കിലും അറിയാമോ? യെല്ലോ ചില്ലി തന്നെ ഒരു മേജർ എക്സാമ്പിളാണ്. അവർ എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രത്തെ യെല്ലോ ചില്ലി ആയിരിക്കും ഏറ്റവും ലൈക്ക് ക്രൗഡഡ് ആയിട്ടുള്ള യെല്ലോ ചില്ലി എന്ന് തോന്നുന്നു. കാരണം ദുബായ്, ഈവൻ വേറെ പല സ്ഥലങ്ങളുണ്ട്, അവിടെ ഇത്രയും ക്രൗഡ് ഉണ്ടോ എന്ന് എനിക്ക് ഉറപ്പില്ല. യെല്ലോ ചില്ലി ഈസ് വൺ വെരി ഗുഡ് എക്സാമ്പിൾ. പിന്നെ റെസ്റ്റോറൻറ്റ് അല്ലെങ്കിലും ഈ ശ്രീകൃഷ്ണ സ്വീറ്റ്സിൻ്റെ ഒരു ഔട്ട്ലെറ്റ് ശാസ്തമംഗലത്തുണ്ട്. ഭയങ്കര ക്രൗഡഡാണ്, നല്ല ക്വാളിറ്റി സ്വീറ്റ്സ് കിട്ടുന്നതാണ്. ശ്രീകൃഷ്ണ തമിഴ്നാട്ടിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡാണ്. അവർ ട്രിവാൻഡ്രത്ത് വർഷങ്ങളായിട്ടുണ്ട്, ശാസ്തമംഗലത്ത് വർഷങ്ങളായിട്ടുള്ളതാണ്. ഏറ്റവും ലേറ്റസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബീജിംഗ് ബൈറ്റ്സ് എന്ന് പറഞ്ഞൊരു, എനിക്കത് ബാംഗ്ലൂർ ചെയിനാണ്. അവർ ട്രിവാൻഡ്രത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഫുഡാണ്, നല്ല ലൈക്ക് പാനേഷ്യൻ ഫുഡാണ്. പാനേഷ്യൻ ഇപ്പോൾ ട്രിവാൻഡ്രത്ത് കുറച്ച് കൂടി വരുന്നുണ്ട് പാനേഷ്യൻ. അപ്പോൾ ആ ഒരു സെഗ്മെൻറ്റിൽ ബീജിംഗ് ബൈറ്റ്സ് റീസെൻ്റ്ലി വന്നൊരു നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ഇതുപോലെ നാഷണൽ ബ്രാൻഡ്സ് വരുന്നുണ്ട്. ഇവിടുന്ന് ട്രിവാൻഡ്രത്ത് നിന്ന് പുറത്തോട്ട് പോയിട്ടുള്ള റെസ്റ്റോറൻറ്റ്സ് ഏതെങ്കിലും അറിയാം? ദിസ് ഇസ് ദ സക്സസ് സ്റ്റോറി ദാറ്റ് വി ലവ് ടു ടെൽ എവ്രി വൺ, അല്ലേ? ട്രിവാൻഡ്രത്ത് നിന്ന് പുറത്തോട്ട് പോകുക എന്ന് പറയുന്ന ഒരു വലിയൊരു കാര്യമാണ്. ഏറ്റവും വലിയ എക്സാമ്പിൾ ഓർ വെരി റീസെൻറ്റ് എക്സാമ്പിൾ ഇസ് പോൾസ് ക്രീമറി. പോൾസ് ക്രീമറി ട്രിവാൻഡ്രത്ത് സ്റ്റാർട്ട് ചെയ്തു, കൊച്ചിയിൽ പോയി, അവർ ദുബായിൽ ഇടയ്ക്ക് സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ഇനി അവർ കേരള വിട്ട് ഇന്ത്യയിൽ പല സ്ഥലങ്ങളിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ടൊരു പ്ലാനും ഉണ്ട്. അപ്പം ദാറ്റ് ഇസ് എ സക്സസ് സ്റ്റോറി, ദാറ്റ് ഇസ് എ റോൾ മോഡൽ ടു എവ്രി വൺ. ഭയങ്കര രസമാണ്, അവരുടെ പ്രോഡക്ട്സ് നല്ല രസമാണ്, അവരുടെ ജേണിയും കാണാൻ നല്ല രസമാണ്. അതേപോലെ കുംബായ കൊമ്പൂച്ചയുണ്ട്, അവർ ഭയങ്കരമായിട്ട് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം ട്രിവാൻഡ്രത്ത് നിന്ന് തുടങ്ങി കൊമ്പൂച്ച എന്നുള്ളൊരു പ്രോഡക്റ്റിന് ഇത്രയും മാർക്കറ്റ് ചെയ്ത് വേറെ ആരും കാണത്തില്ല. അവരിപ്പം ബാംഗ്ലൂർ, ഹൈദരാബാദ്, ചെന്നൈ, കോയമ്പത്തൂർ എന്ന് പറഞ്ഞ് ഈവൻ മുംബൈ ഐ തിങ്ക് അവർ ഭയങ്കരമായിട്ട് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്വന്തം ബ്രാൻഡായ നേരത്തെ പറഞ്ഞ ആസാദിൻ്റെ 1940 by ആസാദ് എന്ന് പറഞ്ഞൊരു പുതിയൊരു കോൺസെപ്റ്റ് അവർ സ്റ്റാർട്ട് ചെയ്തു റീസെൻ്റ്ലി. അതും ഇതുപോലെ ട്രിവാൻഡ്രം മാത്രം നിൽക്കാതെ അവർ ഹോൾ ഇന്ത്യ എക്സ്പാൻഷനാണ് അവർ പ്ലാൻ ചെയ്യുന്നത് ഇവൻച്വലി. അതിൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തെന്ന് തോന്നുന്നു. പക്ഷേ ഇങ്ങനത്തെ സ്റ്റോറീസ് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പല സ്ഥലത്തോട്ട് പോകുന്നു എന്ന് പറയും. കേരളത്തിൽ പല ടൈപ്പ് ഫുഡ് കിട്ടും. ലൈക്ക് ഇപ്പം തലശ്ശേരി നോക്കുകയാണെങ്കിൽ അവിടുത്തെ തലശ്ശേരി ബിരിയാണി ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ ഓരോ സ്ഥലത്തിനും അതിൻ്റേതായ ഓരോരോ പ്രത്യേക ഫുഡുകളുണ്ട്. ഇപ്പം ട്രിവാൻഡ്രത്ത് മാത്രം കിട്ടുന്ന ട്രിവാൻഡ്രത്തിൻ്റെതായ ഡിഷുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അത്? ഞാൻ ആദ്യം ഒരു തട്ടുകട പുറത്തോട്ട് കൊണ്ടുപോകും. അതാണ് ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത്. ഞാൻ പുറത്ത് പോവുകയാണെങ്കിൽ തട്ടുകട എനിക്ക് വേറെ ഒരു സ്ഥലത്തും കിട്ടിയിട്ടില്ല. അതായത് കൊച്ചിയിൽ ഞാൻ കുറേ വർഷങ്ങൾ നിന്നിട്ടുണ്ട്. അവിടെയും സ്ട്രീറ്റ് സൈഡ് ഫുഡ് സ്റ്റോൾസ്, ദോശക്കടകളും ഉണ്ട്. പക്ഷെ നമ്മുടെ ഇവിടുത്തെ പോലെ ആ ചെറിയ ദോശ, രസവട, ഒഴുകി നടക്കുന്ന ചമ്മന്തി, അത് കഴിഞ്ഞിട്ടൊരു ഡബിൾ ഓംലെറ്റ്, ഈ ഒരു കോൺസെപ്റ്റ് വേറെ ഒരിടത്തും ഞാൻ കണ്ടിട്ടില്ല. ഈ തട്ടുകടയിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള തട്ടുകട പറയാം? എനിക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്ന ബേക്കറി ജംഗ്ഷൻ തട്ടുകട തന്നെയാണ് ആദ്യം ലിസ്റ്റിൽ പറയേണ്ടത്. കാരണം വർഷങ്ങളായിട്ടുള്ളതാണ്, നല്ല ടേസ്റ്റിൽ ഇത്രയും വർഷമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഒരു തട്ടുകടയാണ് ബേക്കറി ജംഗ്ഷൻ. ഞാൻ വളരെ റീസെൻ്റായിട്ട് എക്സ്പ്ലോർ ചെയ്തൊരു തട്ടുകടയാണ് പേട്ട. പണ്ടുണ്ടായിരുന്ന തിയേറ്റർ നേരെ മുമ്പിലുള്ളൊരു തട്ടുകടയുണ്ട്. ഭയങ്കര ക്രൗഡാണ്, ഒരാളെ അന്നുണ്ടായിരുന്നുള്ളൂ അവിടെ മാനേജ് ചെയ്യാൻ. പക്ഷേ അടിപൊളി ഫുഡ്. അത് ഞാൻ ഇനി അങ്ങോട്ട് ഫ്രീക്വൻറ്റ് ചെയ്യാൻ പോകുന്നൊരു തട്ടുകടയാണെന്ന് ഉറപ്പായി.
പിന്നെ നമ്മൾ ഈ വീഡിയോ ചെയ്ത് നടക്കുന്ന സമയത്ത്, അതായത് ഈ ടെട്രാൻഡം ഇൻസ്റ്റാഗ്രാമൊക്കെ തുടങ്ങി നമ്മളിനി അടുത്ത് എവിടെ വീഡിയോ ചെയ്യും എന്നിങ്ങനെ ക്വസ്റ്റ്യൻ മാർക്ക് നിൽക്കുന്ന സമയത്താണ് വട്ടിയൂർക്കാവ് എനിക്കൊന്ന് സന്തോഷ് ചേട്ടൻ എന്നാണ് പേര്, സന്തോഷ് ചേട്ടൻ്റെ ഒരു തട്ടുകട. അത് ഒരു പുതിയൊരു കോൺസെപ്റ്റായിട്ടാണ് നമുക്ക് തോന്നിയത്. അത് തട്ടുകട തന്നെയാണ്, പക്ഷേ ഫ്രണ്ടിൽ ഒരു 10-12 ചട്നി, 10-12 ടൈപ്പ് ചട്നി ഇങ്ങനെ വെച്ചിട്ടുണ്ട് സ്പൂൺ ഇട്ടിട്ട്. നമുക്ക് ദോശ ഇട്ടിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് സെലക്ട് ചെയ്ത് ഒഴിക്കാം. അത് വേറൊരിടത്തും കണ്ടിട്ടില്ല. പിന്നെ പണ്ട് ആൽത്തറ തട്ടുകട ഉണ്ടായിരുന്നു, അതായിരുന്നു എൻ്റെ അൾട്ടിമേറ്റ് ഫേവറേറ്റ്. പക്ഷെ അവർ ആ റോഡ് സ്മാർട്ട് റോഡൊക്കെ ആക്കിയപ്പോഴത്തേക്ക് അത് അവിടെ നിന്ന് മാറി. ഇനി തുറക്കുമെന്നാണ് പറയുന്നത്. പക്ഷെ എൻ്റെ ഇപ്പോഴും ടോപ്പ് നമ്പർ 1 എന്ന് പറയുമ്പോൾ ആൽത്തറ തട്ടുകട തന്നെയാണ്. അത് കഴിഞ്ഞാൽ അതല്ലാതെ ട്രിവാൻഡ്രത്തിൻ്റെ സ്വന്തം ഇറാനിയുണ്ട്, ആലിഫ് മഹലുണ്ട്. ഇതൊക്കെ ഫുഡ് ട്രക്ക്, അതായത് ഇപ്പം നമ്മൾ ഫുഡ് ട്രക്കിൻ്റെ ഭയങ്കര ഒരു എക്സ്പാൻഷൻ കാണുന്നുണ്ട്. എവിടെ നോക്കിയാലും ഫുഡ് ട്രക്സ് ഉണ്ട്. പക്ഷെ ഇതൊന്നും അല്ലാത്ത സമയത്തും 10-15 വർഷം മുമ്പേയും ഈ ആലിഫ് മഹൽ, ഇറാനി, ആ വെള്ളാമ്പലം വഴുതക്കാട് റോഡിൽ ഇരിക്കുന്ന തട്ടുകടകൾ, അല്ലെങ്കിൽ ഇതുപോലെ വാൻ, പണ്ട് നമ്മൾ വാൻ എന്നാണ്, ഫുഡ് വാൻ എന്നാണ് വിളിക്കുന്നതിനെ, ഇത്രയും ഒരു ഫേമസ് ഫുഡ് ട്രക്ക് വേറെ ഉണ്ടെന്ന് തോന്നില്ല. കാരണം അവിടുത്തെ ക്രൗഡ് ഇന്ന് പോയാലും ഒരു 10 വർഷം മുമ്പേ നോക്കിയാലും അവിടുത്തെ ക്രൗഡ് ഭയങ്കരമാണ്. ലൈൻ നിന്ന് വെയിറ്റ് ചെയ്ത ആൾക്കാർ മേടിക്കുന്നൊരു കോൺസെപ്റ്റാണ് ഇറാനി ആയാലും ആലിഫ് മഹൽ ആണെങ്കിലും. അപ്പോൾ അതൊക്കെ ഡെഫിനറ്റ്ലി നമ്മൾ തട്ടുകടകളുടെ കൂടെ പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഫുഡ് ട്രക്സ്. ഇപ്പം അരവിന്ദ് ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് ട്രിവാൻഡ്രത്ത് ഒരു റെസ്റ്റോറൻറ്റോ അല്ലെങ്കിൽ ഒരു ഫുഡ് ട്രക്കോ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും തുടങ്ങുക? നാളെ തുടങ്ങുകയാണെങ്കിൽ മിക്കവാറും പെർമിഷൻ്റെ പ്രശ്നമുണ്ടോ? ഇല്ല, ഒരു പ്രശ്നമില്ല. ഞാൻ ആദ്യം തുടങ്ങാൻ പോകുന്ന ഒരു മൈക്രോ ബ്രൂവറിയാണ്. ഓക്കെ. കാരണം ഇത്രയും ടൂറിസത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്നൊരു സംഭവം, പിന്നെ കേരളം ആൻഡ് മദ്യം ഒരുമിച്ച് പോകുന്നൊരു സംഭവമാണല്ലോ. അതിന് ഭയങ്കര ബൂസ്റ്റ് ആയിരിക്കും ഒരു മൈക്രോ ബ്രൂവറി വന്നാൽ. അതായത് ബാംഗ്ലൂരും പൂനെ, മുംബൈ, ഡൽഹിയൊക്കെ പോയാലും മൈക്രോ ബ്രൂവറീസ് ഇഷ്ടം പോലെ ഉണ്ട്. അവിടുത്തെ ക്രൗഡും ഭയങ്കരമാണ്. ഭയങ്കര ഫുട്ഫോൾ ഉള്ള സ്ഥലങ്ങളാണ് ഈ മൈക്രോ ബ്രൂവറീസ്. ഇപ്പോൾ കേരളത്തിൽ മൈക്രോ ബ്രൂവറീസ് തുടങ്ങാൻ താല്പര്യമുള്ള ഒരുപാട് പേരുണ്ട്. പക്ഷേ ഈ ലൈസൻസിൻ്റെ പ്രശ്നമാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു പെർമിഷൻ കിട്ടിയാൽ ഇറ്റ് വിൽ ബി നൈസ്. കമ്മിങ് ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ, ഞാൻ നാളെ ഒരു മൈക്രോ ബ്രൂവറി തുടങ്ങും. ഒരു സെക്കൻഡ് തോട്ടും ഇല്ലാതെ നാളെ ഒരു മൈക്രോ ബ്രൂവറി തുടങ്ങും. കാരണം അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക്. ഒരുപാട് ബിയറിനെ കുറിച്ച് പഠിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം ദിസ് ഇസ് വൺ തിങ് ദാറ്റ് ഐ വുഡ് സ്റ്റാർട്ട്. പിന്നെ ഷാക്ക്, ബീച്ച് സൈഡ് ഷാക്ക്. ഗോവയിൽ പോയി നമ്മൾ ഷാക്കിൽ പോയി ഫുഡ് കഴിക്കാം എന്ന് പറയുന്ന പോലെ ശംഖുമുഖം, കോവളം, വർക്കലൊക്കെ പോയാലും ആ ബീച്ച്, ആ മണ്ണിൻ്റെ മുകളിലിരുന്ന് കഴിക്കുന്ന ഒരു സെറ്റപ്പ് എനിക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. പിന്നെ ഒരു ക്വിസീനായിട്ട് ഞാൻ നോക്കുവാണെങ്കിൽ എത്യോപ്യൻ ക്വിസീൻ. അത് ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ട് തോന്നും ചിലപ്പോൾ കേൾക്കുമ്പോൾ. പക്ഷെ ഞാൻ ഒരു പ്രാവശ്യം എത്യോപ്യൻ ഫുഡ് കഴിച്ചപ്പം വളരെ കേരളത്തിൻ്റെ ഫുഡുമായിട്ട് വളരെ ഫെമിലിയർ ആയിട്ട് തോന്നി. അപ്പോൾ ഒരു റിസ്ക് ഇല്ലാതെ ഒരു പുതിയൊരു യൂണീക്ക് കോൺസെപ്റ്റ് ട്രിവാൻഡ്രത്ത് കൊണ്ടുവരണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു എത്യോപ്യൻ ഫുഡ് കൊണ്ടുവന്നാൽ ആൾക്കാരത് അംഗീകരിക്കുകയും ചെയ്യും. അത്യാവശ്യം പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സംഭവമായിട്ട് തോന്നും. അപ്പം ഈ 3 കാര്യങ്ങളാണ് ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മുടെ കേരളത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 തിരിച്ചു കഴിഞ്ഞാൽ ഒരു നോർത്തും സൗത്തുമായിട്ട് നോക്കുമ്പോൾ നോർത്ത് കേരളയിൽ കൂടുതൽ ആൾക്കാർ ഈ ഹെൽത്തി ഈറ്റിങ്ങിന് പകരം അവർ ഫുഡിനെയാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക, അല്ലെങ്കിൽ ഫുഡാണ് അവർക്ക് ഫസ്റ്റ്. പക്ഷേ നമ്മുടെ ഈ ഭാഗത്തോട്ട്, ട്രിവാൻഡ്രം ഭാഗത്തോട്ട് വരുമ്പോൾ കുറച്ച് ഹെൽത്തി ഈറ്റിങ്ങിന് അല്ലെങ്കിൽ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് ആൾക്കാർ കുറച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മാറ്റം നമ്മുടെ റെസ്റ്റോറൻറ്റുകളിലെ മെനുവിലും വന്നിട്ടുണ്ടാവണം. പണ്ടൊരു സാലഡ് കഴിക്കണമെങ്കിൽ ഒന്നുകിൽ നമ്മൾ വീട്ടിൽ തന്നെ എല്ലാം അരിഞ്ഞുണ്ടാക്കണം, അല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ ചെന്നാൽ ഒരു ഗ്രീൻ സാലഡ്, ഒരു സീസർ സാലഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും ഏത് റെസ്റ്റോറൻറ്റിൽ പോയാലും. അപ്പം അങ്ങനെ ലിമിറ്റായിട്ടിരുന്ന ഒരു മെനുവിനെ ഇപ്പം അവർ ഭയങ്കരമായിട്ട് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട് പല പല കടകളും. ആൻഡ് സാലഡ് മാത്രം കിട്ടുന്ന കടകളുണ്ട്. സാലഡ് ബിസ്ട്രോ, സാലഡ് കഫേ എന്നൊക്കെ പറഞ്ഞ് സാലഡ്സിന് മാത്രം ഫോക്കസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത കടകളുണ്ട്. അപ്പം ട്രിവാൻഡ്രത്ത് ഓർ കേരള ഇൻ ജനറൽ എനിക്ക് തോന്നുന്നു ഒരു ഹെൽത്തി കുട്ട മോഡലിലോട്ട് പോകുന്നുണ്ടെന്ന് തോന്നുന്നു. ഡയറ്റ് നോക്കുന്ന ആൾക്കാർ ഭയങ്കരമായിട്ട് ലൈക്ക് ഷുഗർ കട്ട്, പിന്നെ പ്രോട്ടീൻ ഫോക്കസ്ഡ് ആയിട്ട് നോക്കുന്ന ആൾക്കാരൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ ഒരു സാലഡ് ഇതിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് ഈ സാലഡ് സബ്സ്ക്രിപ്ഷൻ മീൽസ് ആണ് മോസ്റ്റ്ലി സാലഡ് കഫേ, സാലഡ് ബിസ്ട്രോ ഒക്കെ ചെയ്യുന്നത്. അപ്പം മന്ത്ലി ഓർ വീക്ക്ലി സബ്സ്ക്രിപ്ഷൻ എടുക്കുക, അത് ഭയങ്കരമായിട്ട് ട്രെൻഡ് ചെയ്യുന്നൊരു സാധനമാണ് ഇപ്പം ട്രിവാൻഡ്രത്ത് ചോദിച്ചത്. നേരത്തെ ചോദിച്ചതുപോലെ ട്രിവാൻഡ്രത്ത് എന്ത് സ്റ്റാർട്ട് ചെയ്യാം, ഈ 2-3 സാലഡ് കടകളും കൂടെ സ്റ്റാർട്ട് ചെയ്താൽ ഐ തിങ്ക് ഇറ്റ് വിൽ സെൽ. അത്രയ്ക്ക് പ്രോമിനൻ്റ് ആണ്. ട്രിവാൻഡ്രത്ത് ഇപ്പോൾ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ പറയുവാണെങ്കിൽ ഏതായിരിക്കും? ഒരു സംശയം വേണ്ടത് അറബിക്കായിരിക്കും. അതായത് ഷവർമ, ഷവായ സ്റ്റാർട്ട് ചെയ്യുക, ഐ തിങ്ക് ഇറ്റ് വിൽ ബി എ ഹിറ്റ്. പല എക്സാമ്പിൾസ് ഉണ്ട്. അതായത് ഒരു സ്പെസിഫിക് ക്വിസിൻ ഒരു ചൈനീസ് റെസ്റ്റോറൻ്റ് ആയിട്ട് തുടങ്ങി, അതിനെ ഇപ്പോൾ ചൈനീസും ഷവർമ, ഷവായ, തന്തൂർ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത ഒരു എക്സാമ്പിൾ നമുക്കുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ
ട്രിവാൻഡ്രത്ത് ഏറ്റവും നല്ല ഷവർമ കിട്ടുന്ന കട ഏതായിരിക്കും? എൻ്റെ ഏറ്റവും ഫേവറേറ്റ് 2 കടകളാണ്. ഒന്ന് റാപ്പലൂപ്പ്, ഒന്ന് ഷബാബേക്ക്. ഈ 2 കടകളിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻറ്റ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ എനിക്ക് കുറച്ചും കൂടെ ഒതൻറ്റിക് ആയിട്ട് സാമ്യമുള്ള 2 ഷവർമ കടകളാണ് റാപ്പലൂപ്പും ഷബാബേക്കും. പിന്നെ ഉള്ളത് അൽത്താസയിലെ പീത്ത ഷവർമ. അത് അധികം ആരും എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാന്ന് തോന്നുന്നു. കാരണം വേറെ ആൾക്കാർ പറഞ്ഞ് ഞാനത് കേട്ടിട്ടുള്ളൂ. ഞാൻ തന്നെ ഒരു മെനുവിൽ ഇങ്ങനെ നോക്കിയപ്പോൾ പീത്ത ഷവർമ അങ്ങനെ ട്രൈ ചെയ്തതാണ്. അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക്. അപ്പോൾ ഈ 3 ഷവർമാസാണ് ഞാൻ ട്രിവാൻഡ്രത്ത് ഏറ്റവും കൂടുതൽ ഫ്രീക്വൻറ്റ് ചെയ്യുന്നതും റെക്കമെൻഡ് ചെയ്യുന്നതും. അങ്ങനെയാണെങ്കിൽ ഷവായ, ഏറ്റവും നല്ല ഷവായ കിട്ടുന്ന ട്രിവാൻഡ്രത്തെ സ്ഥലങ്ങൾ ഏതായിരിക്കും? ഇത് ഞാൻ പറയാതെ തന്നെ ആൾക്കാർ പറയും സംസം ആണ് ഷവായയുടെ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നതെന്ന്. സംസം അല്ലാതെ വേറെ ഓപ്ഷൻസ് മലബാർ കിസ്സ, അത് ഞാൻ കുറച്ച് ഫ്രീക്വൻറ്റ് ചെയ്യുന്നൊരു കടയാണ്. മലബാർ കിസ്സയിലെ സ്പെഷ്യാലിറ്റി മസാല ഷവായാണ്. അതായത് ഷവായ നമ്മൾ ഗ്രില്ല് എടുക്കുന്ന ഷവായിൽ അവരുടെ ഒരു മസാല അതിൻ്റെ മുകളിൽ കൂടെ വരും. അത് ഭയങ്കര ടേസ്റ്റാണ്. അത് ഞാൻ ഓൾമോസ്റ്റ് എല്ലാ മാസവും സാലറി കിട്ടിയാൽ ഞാൻ നേരെ പോകുന്ന മലബാർ കിസ്സയിലോട്ടാണ് യൂഷ്വലി. മന്തി പറയാനാണെങ്കിൽ ഏറ്റവും നല്ല മന്തി കടകൾ? മന്തി ഇതൊക്കെ എനിക്ക് എൻ്റെ മൈൻഡിൽ ഫിക്സ്ഡ് ആണ്. ഒരു മന്തി എന്ന് പറയുമ്പോൾ ഞാൻ നേരെ പോകുന്ന മന്തി മനസ്സിലോട്ടാണ്. വേറെ നല്ലത് കാണുമായിരിക്കും, പക്ഷെ ഞാൻ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അൺലെസ് ഒരു പുതിയൊരു കട വന്ന് ആൾക്കാർ ഇത്രയും നല്ല മന്തി വേറെ ഞാൻ കഴിച്ചിട്ടില്ല എന്നൊരാൾ പറയുന്നത് വരെ എനിക്ക് തോന്നുന്നു ഞാൻ മന്തി മനസ്സിൽ തന്നെ പോയിക്കൊണ്ടിരിക്കും. അതൊരു പെയ്ഡ് പ്രൊമോഷൻ അല്ല, പക്ഷേ മന്തി മനസ്സിൽ ഇസ് ദി അൾട്ടിമേറ്റ്. നമ്മുടെ കൊച്ചി നോക്കാമെങ്കിൽ കൊച്ചിയിൽ ഒരുപാട് കഫേസ് ഉണ്ട്. കഫേസ് ലൈക്ക് വെർ യു ക്യാൻ ഗോ സിറ്റ് ആൻഡ് വർക്ക് ടൈപ്പ് കഫേസ് ഉണ്ട്. പക്ഷേ ട്രിവാൻഡ്രത്ത് ആക്ച്വലി ഓപ്ഷൻസ് കുറവാണ്. ആകെ ഉള്ളത് മറ്റേ കവടിയാറുള്ള CCD കോഫിയുടെ, പിന്നുള്ളത് സ്റ്റാർബക്സ്, അങ്ങനെയുള്ള വളരെ കുറച്ച് പ്ലേസസേ ഉള്ളൂ. ഏതൊക്കെയാണ് നല്ല കഫേസ് വെർ യു ക്യാൻ ഗോ സിറ്റ് ആൻഡ് വർക്ക്, കുറേ നേരം ഇരിക്കാം, ചില്ല് ചെയ്യാം, ഇറക്കി വിടാത്ത സ്ഥലങ്ങൾ? കൊച്ചി കഫേ കൾച്ചർ ഇസ് അമേസിങ്. അത് ഇത്രയും ട്രിവാൻഡ്രത്തിൻ്റെ പൊക്കി പറയുന്ന ഒരാളാണ് ഞാൻ. അതൊക്കെ അവിടെ നിൽക്കട്ടെ, പക്ഷേ കൊച്ചിയുടെ ഫുഡ് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റൂ. അവരുടെ വെറൈറ്റി വരുന്നതും ലൈക്ക് ദ നമ്പർ ഓഫ് കഫേസ് ആർ കമ്മിങ് അപ്പ്, ദ നമ്പർ ഓഫ് കോൺസെപ്റ്റ്സ് ദാറ്റ് കം അപ്പ് ഇഷ്ടം പോലെയാണ്. പക്ഷേ കമ്മിങ് ടു ട്രിവാൻഡ്രം, നമുക്കിവിടെ ഈവ്സ് കോഫി എന്ന് കേട്ടിട്ടുണ്ട്. ഈവ്സ് കോഫി ഈസ് എ ബ്രില്യൻ കോൺസെപ്റ്റ്. അത് അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് കൊച്ചിയിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് നമ്മൾ കയറി ചെല്ലുന്നു, നമുക്ക് അവിടെ അവർ നമ്മളെ ഫോഴ്സ് ചെയ്യുന്നില്ല ഒന്നും മേടിക്കാൻ. നിങ്ങൾ ബില്ലെടുക്കണം, ആദ്യം ബില്ലെടുക്കണം, നിങ്ങളത് മേടിക്കണം എന്ന് പറഞ്ഞാൽ ആരും അവിടെ ഫോഴ്സ് ചെയ്യാൻ വരുന്നില്ല. കയറി ചെല്ലും, നിങ്ങൾക്ക് ബുക്ക് വായിക്കാം. ബോർഡ് ഗെയിംസ് എനിക്ക് തോന്നുന്നു 5000 ബുക്കോ അങ്ങനെ എന്തോ ഉണ്ട്. ആൻഡ് ഹൺഡ്രഡ്സ് ഓഫ് ബോർഡ് ഗെയിംസ് വി ക്യാൻ ജസ്റ്റ് ഗോ ആൻഡ് പ്ലേ. ആൻഡ് അതിൻ്റെ ഓണർ ഭയങ്കര ബീറ്റ എന്നാണ് ഓണറിൻ്റെ പേര്. ഭയങ്കര ഇൻവോൾവ് ആണ് കസ്റ്റമേഴ്സുമായിട്ട്. വന്ന് ഓരോ കസ്റ്റമേഴ്സിനും പുള്ളി ഗെയിം പഠിപ്പിച്ചു കൊടുക്കാനൊക്കെ നിൽക്കും. അപ്പം ഇങ്ങനെ ഇത്രയും ഒരു എക്സ്പീരിയൻഷ്യൽ ഒരു കോൺസെപ്റ്റ് ട്രിവാൻഡ്രത്തും വേറെ സ്ഥലത്തും ഞാൻ അങ്ങനെ അധികം കണ്ടിട്ടില്ല. ഒരു കഫേയുടെ എക്സാമ്പിൾ നോക്കും, അവിടെയും നമുക്ക് ഈ വർക്ക് ചെയ്യാം. ഞാൻ ഇന്ന് ഇത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഈവ്സിലോട്ടാണ് പോകുന്നത്, അവിടെ വർക്ക് ചെയ്യാനായിട്ടാണ് പോകുന്നത്. അവിടെ ഒരു സൈഡിൽ ലാപ്ടോപ്പ് വെച്ചിരിക്കുക, എന്തെങ്കിലും ചായ കാപ്പി കുടിക്കുക, എത്ര മണിക്കൂർ വേണമെങ്കിൽ അവിടെ ഇരിക്കാം, തിരിച്ചു വരാം. അവരുടെ സാൻഡ്വിച്ചസ് നല്ലതാണ്. സാൻഡ്വിച്ചസ് വെരി നൈസ് സാൻഡ്വിച്ചസ്. ഒരു കൊറിയൻ എഗ് ഡ്രോപ്പ് സാൻഡ്വിച്ച് ഉണ്ട്, അടിപൊളിയാണ്. ഇപ്പോൾ കൊച്ചിയിൽ നമ്മൾ കണ്ടിട്ടുള്ള നല്ല കോൺസെപ്റ്റോ അല്ലെങ്കിൽ നല്ല ഫുഡ് റെസ്റ്റോറൻറ്റ് ഇവിടെ ട്രിവാൻഡ്രത്ത് വന്നാൽ നല്ലതായിരിക്കും, അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? ഒരു എക്സാമ്പിൾ വിൽ ബി മുക്ബാങ് റെസ്റ്റോറൻറ്റ്, കൊറിയൻ. നേരത്തെ പറഞ്ഞ കൊറിയൻ എക്സാമ്പിളിലോട്ട് ദേ ഓൺലി ഹാവ് കൊറിയൻ ഇൻ ദ മെനു. കൊറിയൻ ഒരു ഫാമിലി നടത്തുന്ന റെസ്റ്റോറൻ്റാണ്. അത് ട്രിവാൻഡ്രത്ത് കൊണ്ടുവന്ന് നല്ലതായിരിക്കും തോന്നുന്നുണ്ട്. കാരണം കൊറിയൻ ഡിമാൻഡ് ഉണ്ട് ഇവിടെ ട്രിവാൻഡ്രത്ത് പൊതുവെ. പിന്നെ എനിക്ക് സെറാനോയ എന്ന് പറഞ്ഞ ആ ഒരു ബേക്കറി, ഡച്ച് ബേക്കറി കോൺസെപ്റ്റ് ട്രിവാൻഡ്രത്ത് സ്റ്റാർട്ട് ചെയ്താൽ നല്ലതായിരിക്കും തോന്നുന്നുണ്ട്. കുറച്ചും കൂടെ കാഫേ കൾച്ചർ കൊച്ചിയിൽ ഭയങ്കര സ്മാർട്ടാണ്. അവിടെ കാഫേ കൾച്ചർ ട്രിവാൻഡ്രത്ത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, എന്നാലും ഒരുപാട് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ, ഒരുപാട് വളരാനുണ്ട് ഇനി. അപ്പം അങ്ങനത്തെ ഒരു കാഫേ കൾച്ചറും കൂടെ ട്രിവാൻഡ്രത്ത് സ്റ്റാർട്ട് ചെയ്താൽ നല്ലതായിരിക്കും തോന്നുന്നുണ്ട്. ഏറ്റവും നല്ല പൊറോട്ടയും ബീഫും ട്രിവാൻഡ്രത്ത് കിട്ടുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഗുഡ് മോർണിംഗിൽ രാവിലെ തന്നെ പോയി അവിടെ അടുപ്പിൽ നിന്ന് നേരെ എടുക്കുന്ന പൊറോട്ട, അതിൻ്റെ മുകളിലോട്ട് ആ ബീഫിൻ്റെ ഗ്രേവി, ബീഫ്, പപ്പടം, ഉള്ളി, ഇതെല്ലാം കൂടെ കഴിച്ച് ഒരു പൊറോട്ട കഴിച്ചിട്ട് ആ ഒരു ചൂട് കട്ടൻ, ആ എരിവിൻ്റെ കൂടെ ചൂട് കട്ടൻ കുടിക്കുന്ന ഒരു സുഖം തന്നെയാണ്. അതൊരു ഓപ്ഷനാണ് ഡെഫിനറ്റ്ലി. ഞാൻ ആര് ട്രിവാൻഡ്രത്ത് വന്നാലും ഞാൻ സജസ്റ്റ് ചെയ്യുന്നൊരു പേരാണ് ഗുഡ് മോർണിംഗ്. ജി പി ഹോട്ടലിലെ പൊറോട്ട, അതും ഈ രാവിലെ തന്നെ കിട്ടും, പൊറോട്ടയും ബീഫും. അമ്പലപ്പാട്ട് പൊറോട്ട ആൻഡ് ബീഫ്. ചക്കര ഹോട്ടൽ, പാൽക്കുളങ്ങര ചക്കര, എനിക്കൊന്ന് അവിടെ തലേ ദിവസത്തെ ബീഫാണ്, അത്രയും നേരം ഇരുന്ന് മസാലയൊക്കെ പിടിച്ച് രാവിലെ കൊടുക്കുന്നൊരു കോൺസെപ്റ്റാണ്. നമ്മൾ പൊറോട്ട ബീഫ് പറയുമ്പോൾ എപ്പോഴും തട്ടുകടകൾ, ചെറിയ കടകളൊക്കെയാണല്ലോ പറയുന്നത്. ഓബൈ താമരയിലെ പൊറോട്ടയും ബീഫും ഭയങ്കര സ്മാർട്ടാണ്.
അവിടുത്തെ നാടൻ ഫുഡ്, സ്പെസിഫിക്കലി നാടൻ ഫുഡ്, ബാക്കിയൊക്കെ അവിടെ ഇരിക്കട്ടെ, പക്ഷേ ഓബൈത്താമിലെ നാടൻ ഫുഡ് ഒരു പ്രത്യേക വൈബ് തന്നെയാണ്. അവിടുത്തെ ഷെഫ് സുരേഷ്, പുള്ളിയുടെ ഒരു ഫോട്ടോയാണ് നാടൻ ഫുഡ്. അപ്പോൾ അവിടുത്തെ പൊറോട്ട ബീഫ് ഭയങ്കര സ്മാർട്ടാണ്. പൊറോട്ടയും ഫിഷ് കിട്ടുന്നത് നമ്മുടെ വിഴിഞ്ഞം സൈഡിൽ പോകാമെങ്കിൽ കുറേ റെസ്റ്റോറൻറ്റുകളുണ്ട്. വിഴിഞ്ഞം സൈഡിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയാൽ ഒരുപാടുണ്ട്. കാരണം അതൊരു കംപ്ലീറ്റ്ലി വേറൊരു കോൺസെപ്റ്റാണ്. അതായത് നമുക്ക് സിറ്റിയിൽ ഒരിടത്തും ആ ഒരു ടേസ്റ്റിൽ ഫുഡ് കിട്ടത്തില്ല, ആ ഒരു മസാലയിൽ ഫുഡ് കിട്ടത്തില്ല. ഇത്രയും ഡെവലപ്പായി വരുന്ന ഒരു സ്ഥലവും കൂടെയാണ് വിഴിഞ്ഞം. അപ്പം അവിടെ ഇത്രയും ഡിഫറെൻറ്റ് ഓപ്ഷൻസ് കാണുന്നത് വളരെ ഒരു എൻകറേജിങ് ഒരു ഫാക്ടറാണ്. അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരുടെ തന്നെ മസാല, അത് വിഴിഞ്ഞം സ്റ്റൈൽ മസാലയാണെന്ന് അത് കണ്ടാൽ നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ ഫിഷ് ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും കുറേ ചുമന്ന മുളക് അതിൻ്റെ മുകളിൽ കാണും. അപ്പം തന്നെ നമുക്ക് മനസ്സിലായത് ഒരു വിഴിഞ്ഞം സ്റ്റൈൽ പ്രിപ്പറേഷൻ ആണല്ലോ എന്ന്. പൊറോട്ടയും അപ്പം, പുട്ട് ഒക്കെയാണ് മോസ്റ്റ്ലി മീൻ കറിയുടെ കൂടെയും ഗ്രിൽ ഫിഷ് ഫ്രൈ ഇതിൻ്റെയൊക്കെ കൂടെ മോസ്റ്റ്ലി വിഴിഞ്ഞത്ത് ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത്. പക്ഷെ എനിക്കിപ്പോഴും വിഴിഞ്ഞം പറഞ്ഞുകൊണ്ട് ഫർസാൻ എന്ന് പറയുന്ന റെസ്റ്റോറൻ്റ് ഉണ്ട് വിഴിഞ്ഞത്ത്. ഏറ്റവും ആ സ്ട്രെച്ചിൽ ഏറ്റവും ലാസ്റ്റാണ് ഫർസാൻ. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ മസാല അവരുടെ കുറച്ച് വ്യത്യസ്തമായ ഒരു മസാലയാണ്. ഈ മുളക് ഉണ്ടെങ്കിലും അവർക്ക് കുറച്ച് ഗ്രീൻ പെപ്പറും കൂടെ അവർ മസാലയിൽ യൂസ് ചെയ്യും. അതിൻ്റെ ഒരു ടേസ്റ്റ് ഒരു ബാക്കി കടകളിൽ വെച്ച് നോക്കുമ്പോൾ കുറച്ചൊന്നൊരു ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ടേസ്റ്റാണ്. അവിടെ ഈ ഗ്രിൽഡ് ഈ മസാല ചെയ്ത ഫിഷിനിൽ ഗ്രിൽ, അതായത് ഹമൂർ ഗ്രിൽ ആണ് എൻ്റെ ഫേവററ്റ് ഫർസാനിൽ നിന്നും. അപ്പോൾ ആ ഒരു ടേസ്റ്റ് നമുക്ക് എനിക്ക് ട്രിവാൻഡ്രത്തും വേറൊരിടത്തും കിട്ടിയിട്ടില്ല. ഒരു പ്രത്യേകതരം ടേസ്റ്റ് തന്നെയാണ്. അപ്പം വിഴിഞ്ഞം പറയുമ്പോൾ നമ്മൾ മിസ്സായിക്കൂടാത്തൊരു കാര്യമുണ്ട്, അവിടുത്തെ കട്ടൻ. മുകളിൽ കളർ രണ്ട് ലെയർ ആയിട്ട്, മുകളിൽ ചായ താഴെ വെള്ളം എന്നുള്ളൊരു കോൺസെപ്റ്റ്, മിൻറ്റും നാരങ്ങയും പിഴിഞ്ഞ് ആ ഒരു കട്ടൻ എനിക്ക് തോന്നുന്നു ഇത് നേരത്തെ പറഞ്ഞാൽ വേറെ ഒരിടത്തും കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പം വിഴിഞ്ഞം പറയുമ്പോൾ എപ്പോഴും ഫിഷും ചിക്കനും പറയും, പക്ഷെ അതിൻ്റെ കൂടെ ഒരേപോലെ പിടിച്ചു നിർത്തേണ്ടതാണ് അവരുടെ കട്ടൻ, വിഴിഞ്ഞം സ്റ്റൈൽ കട്ടൻ. ട്രിവാൻഡ്രത്ത് ഏറ്റവും നല്ല ബിരിയാണി കിട്ടുന്ന എവിടെ ആയിരിക്കും? ട്രിവാൻഡ്രം ബിരിയാണി എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് കേൾക്കാത്ത കാര്യങ്ങൾ ഇനി ബാക്കിയില്ല. അതായത് സോഷ്യൽ മീഡിയയിൽ ട്രിവാൻഡ്രത്തിന് ഏറ്റവും കൂടുതൽ റിഡിക്യൂൾ ചെയ്യുന്നത് ബിരിയാണി വെച്ചിട്ടാണ്. പൈനാപ്പിൾ ഇടുന്ന ബിരിയാണി, മുരിങ്ങക്കോൽ ഇടുന്ന ബിരിയാണി എന്നൊക്കെ പറഞ്ഞ്, അതായത് നമ്മൾ ഞാൻ ട്രിവാൻഡ്രം തുടങ്ങുന്നതിന് മുമ്പേയും സോഷ്യൽ മീഡിയ വരുന്നതിന് മുമ്പേ വരെ ആൾക്കാർ കളിയാക്കിക്കൊണ്ടിരുന്ന സംഭവമാണ് ട്രിവാൻഡ്രത്തെ ബിരിയാണിയെക്കുറിച്ച്. പക്ഷേ ട്രിവാൻഡ്രത്ത് ഒരുപാട് നല്ല ബിരിയാണികളുണ്ട്. അതായത് ഇഷ്ടം പോലെ വെറൈറ്റി ബിരിയാണിയുണ്ട്. മുരിങ്ങക്കോലിട്ട ബിരിയാണി ഞാൻ കണ്ടിട്ടില്ല. പൈനാപ്പിൾ ഇട്ട ബിരിയാണി ഉണ്ട്, അത് ട്രിവാൻഡ്രം സ്റ്റൈൽ തന്നെ ആയിട്ട് പറയുന്നതാണ് പൈനാപ്പിൾ ഇട്ട ബിരിയാണി. അടിപൊളി ബിരിയാണിയാണ്. അതിനെന്താ പ്രശ്നം എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ആൾക്കാർ കളിയാക്കുക ഈ ബിരിയാണിയിൽ പൈനാപ്പിളോ, സെയിം പിസ്സയിൽ പൈനാപ്പിൾ ഇടുന്ന ഹവായിയൻ പിസ്സ ഉണ്ട്, അതിനാർക്കും കുഴപ്പമില്ലെങ്കിൽ ബിരിയാണിയിലും പൈനാപ്പിൾ ഇടുന്നതിന് കുഴപ്പം വരുന്നതാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ബിരിയാണിയുടെ കാര്യം പറയുമ്പം ഗ്രാൻഡിയോസ് സംസമ്മിൽ ബീഫ് ബിരിയാണി കഴിച്ചിട്ടുണ്ടോ? ഇല്ല, കഴിച്ചു നോക്കണം. അവിടുത്തെ ഷവായി മാത്രമേ എപ്പോഴും കഴിക്കും. സംസമ്മിൽ ബീഫ് ബിരിയാണി കഴിച്ചു നോക്കണം. ചിക്കൻ ഞാൻ സംസമ്മിൽ ചിക്കൻ അങ്ങനെ കഴിച്ചിട്ടില്ല, പക്ഷെ ബീഫ് ബിരിയാണി സംസമ്മിൽ ട്രൈ ചെയ്ത് നോക്കണം. ഗ്രാൻഡിയോസ്, ആസാദ്, സുപ്രീം, ഹൈ റേഞ്ചിലൊരു ഗ്രീൻ ബിരിയാണി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. അത് ഹൈ റേഞ്ച് നടത്തുന്നത് മൂന്നാർ ആ സൈഡിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരുടെ ഒരു മസാലയൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നൊരു ബിരിയാണി ഉണ്ട്, അത് ഭയങ്കര സ്മാർട്ടാണ്. അതുപോലെ അധികം ആരും ഇൻഫ്ലുവൻസേഴ്സ് ഒന്നും അധികം കവർ ചെയ്തിട്ടില്ല ആ ബിരിയാണി. ഇഷ്ടംപോലെ ഉണ്ട്. പറഞ്ഞു തുടങ്ങിയ ഒരറ്റം തൊട്ട് ഈ അറ്റം വരെ ബിരിയാണി, നല്ല ബിരിയാണികൾ കിട്ടുന്ന സ്ഥലങ്ങൾ ട്രിവാൻഡ്രത്തുണ്ട്. അത് ആൾക്കാർ മനസ്സിലാക്കണം. വന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങൾ അഭിപ്രായം പറയണം. ഇത് ട്രൈ ചെയ്ത അഭിപ്രായങ്ങൾ പറയുന്നതാണ് നമുക്ക് ഏറ്റവും ഒരു പ്രശ്നമായിട്ട് വരുന്നത് ട്രിവാൻഡ്രത്തിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ. ഇപ്പോൾ ഇത്രയും ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഡിഷസും ഒരുപാട് കാര്യങ്ങളും ഉണ്ട്, പക്ഷേ ഇവിടെ മിസ്സിങ് ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നൈറ്റ് ലൈഫ് പോലുള്ള ക്ലബ്ബുകളോ ഈ ഒരു പ്രൊഫഷണൽ ട്രെയിനിങ് സ്കൂൾ, അങ്ങനെ ആ രീതിക്കൊക്കെ നോക്കുമ്പോൾ ഇവിടെ മിസ്സിങ് ആയിട്ട് തോന്നുന്നത് എന്തൊക്കെയായിരിക്കും? നമുക്ക് നൈറ്റ് ലൈഫിൽ തുടങ്ങാം. നൈറ്റ് ലൈഫ് ഇപ്പോഴാണ് കുറച്ചും കൂടെ ആൾക്കാർ രാത്രി പുറത്ത്, കഴിഞ്ഞ 2-3 വർഷത്തിലാണ് ആൾക്കാർ രാത്രി എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയത്. അപ്പം മാനവീയം പോലത്തെ ഒരു സ്ഥലം, അതായത് ഇത്രയും അവർ നൈറ്റ് ലൈഫിനെ ഗവൺമെൻറ് തന്നെ പുഷ് ചെയ്യുന്ന ഒരു സ്ഥലത്ത് അവിടെ ഒരു ഫുഡ് സ്ട്രീറ്റ് പോലെ ആക്കി മാറ്റിയാൽ വളരെ നല്ലതായിരിക്കും തോന്നുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ഇത് വരുമ്പം ടൂറിസം പോലും ബൂസ്റ്റ് ആവുന്ന ഒരു സംഭവമാണ് ഒരു ഫുഡ് സ്ട്രീറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എനിക്കൊന്ന് കഴക്കൂട്ടത്തൊരു വർക്ക് നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു, ഫുഡ് സ്ട്രീറ്റ് ഒരു ഒഫീഷ്യൽ ഫുഡ് സ്ട്രീറ്റ് ആയിട്ട് ചെയ്യാനായിട്ട്. അപ്പം അങ്ങനത്തെ ഓപ്ഷൻസ് ഈവൻ ഫോർ ലേറ്റ് നൈറ്റ് സ്റ്റാർട്ട് ചെയ്യണം. അതായത് ഇത്രയും ഒരു വൈബ്രൻറ്റ് സിറ്റി, വി ഡിസേർവ് പ്രോപ്പർ നൈറ്റ് ലൈഫ് എന്നുള്ള രീതിയിലുണ്ട്. പിന്നെ നമുക്ക് ടോപ്പ് കേറ്ററിംഗ് സ്കൂൾസ് ഉണ്ട് ട്രിവാൻഡ്രത്ത്. അതായത് IHM കോളം ഒരു പ്രോമിനൻറ്റ് കോളേജ് തന്നെയാണ്. പക്ഷെ ഒരു കള്ളിനറി സ്കൂൾ എന്നുള്ള രീതിയിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു എക്സ്പോഷർ കിട്ടിയാൽ നല്ലതായിരിക്കും തോന്നുന്നുണ്ട്. ഇത് ബാക്കിയെല്ലാം ഹോട്ടൽ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ്.
കുറച്ചും കൂടെ culinary സ്കൂൾ എന്നോ പറഞ്ഞൊരു ഫോക്കസിൽ പോകുന്നത് ഒരു നല്ലൊരു സംഭവമായിരിക്കും. പിന്നെ പറയുകയാണെങ്കിൽ ഫുഡ് ഫെസ്റ്റിവൽസ് നമുക്ക് ആക്ച്വലി ഒരു ആനുവൽ ബേസിസിലോ അല്ലെങ്കിൽ ഒരു 6 മാസം കൂടുമ്പം ഓരോ ഫുഡ് ഫെസ്റ്റ് വരുന്നതല്ലാണ്. ഇപ്പോൾ ഓളം ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഓളം ഫുഡ് ഫെസ്റ്റിവൽ അല്ല, ഓളം ഇസ് എ ഫെസ്റ്റിവൽ. അവിടുത്തെ ഒരു മെയിൻ കോമ്പണൻ്റ് ആണ് ഫുഡിൻ്റെ ഒരു ഏരിയ. അവിടെ കൊണ്ടുവരുന്ന വെറൈറ്റീസ്, സ്മോക്ക് ഹൗസ്, ഗ്രിൽസ്, ലൈവ് കൗണ്ടേഴ്സ്, ഹോം ബേക്കേഴ്സ്, ഡിസേർട്സ് എല്ലാം ഇങ്ങനെ ഒരു ഭയങ്കര ഡിസ്പ്ലേ ആണ് ഫുഡിൻ്റെ. അപ്പോൾ ഇത്രയും വെറൈറ്റീസ് ഉള്ളൊരു സിറ്റിക്ക് വി ആക്ച്വലി ഡിസേർവ് എ പ്രോപ്പർ ഫുഡ് ഫെസ്റ്റിവൽ ഓൾസോ. അത് ഗവൺമെൻറ് സൈഡിൽ നിന്ന് വന്നാലും അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും പ്രൈവറ്റ് ആയിട്ട് ചെയ്യുന്നതാണെങ്കിലും ഒരു ഫുഡ് ഫെസ്റ്റിവൽ കോൺസെപ്റ്റ് വിൽ സെൽ ഇൻ ട്രിവാൻഡ്രം ഫോർ ഷുവർ. ഇപ്പോൾ ഈ വെറൈറ്റിയുടെ കാര്യം പറഞ്ഞപ്പോഴേ, ഭയങ്കര വെറൈറ്റി, ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു സാധനം, ഇവിടെ മാത്രമേ ഇത് കിട്ടൂ, അങ്ങനത്തെ ഒരു ഡിഷ്, അങ്ങനത്തെ ഒരു ഹോട്ടൽ പറയാനാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഇവിടെ ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന എക്സാമ്പിൾ ഹോം ഷെഫ്സിൻ്റെ ആണ്. അതായത് ട്രിവാൻഡ്രത്തെ ഹോം ഷെഫ് കമ്മ്യൂണിറ്റി ഈസ് ഹ്യൂമങ്കസ്. ഇത്രയും നമ്പർ ഓഫ് ഹോം ഷെഫ്സ് വേറെ സിറ്റിയിലുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കാരണം നമുക്ക് ഗ്രൂപ്പ്, ഈ ട്രിവാൻഡ്രം ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ കൂടെ അറിയുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ദ നമ്പർ ഓഫ് ഹോം ഷെഫ്സ് ഇൻ ആ സിറ്റി ഭയങ്കരമാണ്. ആൻഡ് അവർ കൊണ്ടുവരുന്ന ഡിഷസിൻ്റെ വെറൈറ്റി കണ്ടാൽ വിൽ ബി ലൈക്ക് വെരി സർപ്രൈസ്ഡ്. ഇതൊക്കെ കൊള്ളാമല്ലോ. ഒരു എക്സാമ്പിൾ എടുക്കുന്ന സാറ്റർഡേ നൈറ്റ് ഡൈനർ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഷെഫ് പ്രിയ നടത്തുന്ന. ഷെഫ് പ്രിയ പണ്ട് ഷിപ്പിലൊക്കെ ഷെഫായിരുന്നു, ക്രൂസ് ലൈൻസിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ എക്സ്പീരിയൻസിൽ ഓരോ ആഴ്ചയും ഷീ ബ്രിങ്സ് ഡിഫറെൻറ്റ് ക്വിസീൻ, ഡിഫറെൻറ്റ് ഫുഡും മാത്രമല്ല ഡിഫറെൻറ്റ് ക്വിസീൻ കൊണ്ടുവരും. ലൈക്ക് ഫ്രഞ്ച്, അതർ കോണ്ടിനെൻ്റൽ, ഈവൻ മറ്റേ ജമൈക്കൻ ആ ഒരു ഇൻഫ്ലുവൻസ്, പാനേഷ്യൻ. ആൻഡ് ഷീ സോഴ്സസ് ദ ഇൻഗ്രീഡിയൻസ് ഫ്രം ഓൾ ദീസ് പ്ലേസസ്. അതായത് ഈ തായ്ലൻഡിൽ നിന്നൊക്കെ വരെ ഷെഫ് ഇൻഗ്രീഡിയൻസ് എടുത്തിട്ട് തായ് ക്വിസീൻ ചെയ്യുന്ന ഒരാളാണ്. അപ്പം അത്രയും ഇൻവോൾവ്മെൻറ്റ് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഇതുപോലത്തെ ഓരോ കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. ഈവൻ വേറൊരു എക്സാമ്പിളാണ് പാപ്പ ബേർഡ്. അഗൈൻ ഹോം ഷെഫ് തന്നെയാണ്, ഹോം ബേക്കറാണ്. ഷീ സ്റ്റഡീഡ് ഇൻ കോർഡൻ ബ്ലർ. അവിടെ പഠിച്ച് ട്രിവാൻഡ്രത്ത് വന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു ഇതാണ്. അത് എനിക്ക് ഇപ്പോൾ പറയാൻ പോലും അറിയാത്ത കുറേ പേരുകളുള്ള ഡിസേർട്സ് ആണ്. ആൻഡ് അവരുടെ പ്രസൻറ്റേഷൻ ആൻഡ് ടേസ്റ്റ് സിംപ്ലി സൂപ്പർബ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു അൺടാപ്ഡ് ഹോം ഷെഫ് മാർക്കറ്റ് ഉണ്ട് ട്രിവാൻഡ്രത്ത്. അതും ഈ പറഞ്ഞ പോലെ ഇൻഫ്ലുവൻസേഴ്സ് അധികം വൈറലാക്കിയോ അല്ലെങ്കിൽ അധികം കവർ ചെയ്തോ കണ്ടിട്ടില്ല. അപ്പം ദാറ്റ് ഈസ് ഡെഫിനറ്റ്ലി സംതിങ് ദാറ്റ് വി ഓൾ ഷുഡ് എക്സ്പ്ലോർ, ഹോം ഷെഫ് കമ്മ്യൂണിറ്റി. കുറച്ച് എക്സാമ്പിൾ പറയാനാണെങ്കിൽ, ഈ ഇടയ്ക്ക് ഭയങ്കരമായിട്ട് വൈറലായി തുടങ്ങിയ ഒരു സംഭവമാണ് മാത്യൂസ് കേക്ക്. കൂടുതൽ വൈറലായി തുടങ്ങിയത് ഔട്ട്സൈഡ് ട്രിവാൻഡ്രത്ത് വർഷങ്ങളായിട്ട് ആൾക്കാർക്ക് അറിയാം. പക്ഷേ ട്രിവാൻഡ്രത്തിൻ്റെ പുറത്തോട്ട് മാത്യൂസ് കേക്കോ ഒന്ന് ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ട്രാവൽ ചെയ്ത് ട്രിവാൻഡ്രത്ത് വന്ന് കഴിച്ച് അതിന് വീഡിയോ ഇടുന്ന ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്. അപ്പം മാത്യൂസ് കേക്ക് ഇസ് ലെജൻഡറി സ്റ്റേറ്റസിൽ നമുക്ക് ട്രിവാൻഡ്രത്ത് കൊണ്ട് നടക്കാൻ പറ്റുന്നൊരു ആളാണ്. ഓർഡർ ചെയ്താൽ മാത്രമേ കിട്ടത്തുള്ളൂ. അതും ഇപ്പോഴത്തെ കാര്യം എനിക്കറിയത്തില്ല. ഡിസംബറൊക്കെ ആണെങ്കിൽ ഡിസംബർ ഫസ്റ്റ് വീക്ക് ഓർ നവംബർ ലാസ്റ്റ് വീക്ക് ഓർഡർ ചെയ്താലേ ക്രിസ്മസിൻ്റെ ആ സമയമാകുമ്പോൾ കിട്ടത്തുള്ളൂ. അത്രയ്ക്ക് റഷാണ്. ആൻഡ് വീട്ടിൽ ലൈക്ക് ആ 2 പേര് ഇരുന്ന്, ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അവർ മാത്രം ഇരുന്ന് ചെയ്യുന്ന ഒരു ബിസിനസ്സാണ്. വേറെ ലൈക്ക് ഭയങ്കര മാൻ പവറോ അല്ലെങ്കിൽ വലിയ യൂണിറ്റോ ആയിട്ടോ ചെയ്യുന്നതല്ല. അപ്പം ആ ഒരു കെയറും ഒക്കെ അതിന് പോകുന്നുണ്ട്. പക്ഷേ ദാറ്റ് ഇസ് ലെജൻഡറി സ്റ്റേറ്റസ് ഉള്ള ഒരു ഹോം ഷെഫ് കമ്മ്യൂണിറ്റി. ഞാൻ ഹോം ഷെഫ് തുടങ്ങിയപ്പോൾ ഞാൻ അവരുടെ പേര് ആലോചിച്ചില്ല. പക്ഷേ ഈ പറഞ്ഞപ്പം ചിലപ്പോൾ ഹോം ഷെഫ് എന്നുള്ളൊരു കമ്മ്യൂണിറ്റി തുടങ്ങുന്നത് ചിലപ്പം അറിയാതെയോ അറിഞ്ഞുകൊണ്ടോ അവരായിരിക്കണം വർഷങ്ങൾക്ക് മുമ്പേ. വേറെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് കോൺസെപ്റ്റ്സ് ഉള്ള അല്ലെങ്കിൽ കോൺസെപ്റ്റ് ചെയ്യുന്ന ഹോം ഷെഫ്സ് ഉണ്ട്. അതായത് സെൻറ്റ് ആൻഡ്രൂസ് ബീച്ചിൽ മിസ് മറീന ചാൾസ് എന്ന് പറഞ്ഞൊരു ഹോം ഷെഫ്. സോ മാഡത്തിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോർച്ചുഗീസ് ഇൻഫ്ലുവൻസ് ഉള്ള ഫുഡാണ്. അതായത് ഞാൻ വായിച്ചിടത്തോളം ട്രിവാൻഡ്രത്ത് ഈ ഒരു സെൻറ്റ് ആൻഡ്രൂസ് ബീച്ചിലൊക്കെ ഒരു പോർച്ചുഗീസ് ഇൻഫ്ലുവൻസ് ഓർ പോർച്ചുഗീസ് പണ്ടൊരു ആൾക്കാർ വന്ന് നിന്ന് ആ ഇൻഫ്ലുവൻസ് ഒക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം ആ സമയത്തുള്ള കുറച്ച് ഫുഡ് ഇപ്പോഴും പ്രിസർവ് ചെയ്ത് മാഡം അവിടെ ചെയ്യുന്നുണ്ട്. ഓരപ്പം എന്ന് പറഞ്ഞൊരു ഡിസേർട്ട് ഉണ്ട്, കേട്ടിട്ടുണ്ടോ? ഞാനും ഈ ആർട്ടിക്കിൾ വായിക്കുമ്പോൾ അറിയുന്നത്. വേറൊരു ഫുഡ് ടൈപ്പ് നോക്കുകയാണെങ്കിൽ ബർഗേഴ്സ്, ഫ്രഞ്ച് ടോസ്റ്റ് ഒക്കെ ചെയ്യുന്ന 135 കിച്ചൻ എന്ന് പറഞ്ഞ് വെരി റീസെൻ്റ്ലി സ്റ്റാർട്ടഡ്. വീട്ടിൽ തന്നെ ബൺ, പാറ്റി, സോസസ് എല്ലാം ചെയ്യുന്നൊരു ഷെഫാണ്. 135 കിച്ചൻ ബർഗേഴ്സ് ഒക്കെയാണ് അവർ മെയിൻ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ ഇപ്പം ഹോം ഷെഫ് അല്ല, പക്ഷേ യമ്മി സ്പോട്ട് ബിരിയാണി ഹോം ഷെഫായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്, നജിയ. അതും ഭയങ്കര ഒരു വൈറലായ ഒരു ബിസിനസ്സാണ്. വീട്ടിൽ നിന്ന് പല ടൈപ്പ് ബിരിയാണി ചെയ്യുന്നു എന്ന് പറഞ്ഞു. പിന്നെ വേറൊരു കോൺസെപ്റ്റ് നോക്കുകയാണെങ്കിൽ പിസ്സ. വീട്ടിൽ തന്നെ പിസ്സ ചെയ്ത്, അതായത് വീട്ടിലൊരു മെഷീൻ ഓർ ഈവൻ വുഡ് ഫയർ ഒക്കെ വെച്ച് വീട്ടിൽ തന്നെ ചെയ്യുന്ന പിസ്സ ചെയ്ത് ഒരു പിസ്സറിയ ടോട്ടോ എന്നാണ് പേര്. പണ്ട് ഹോം ഷെഫ് ആയിരുന്നു. ഇപ്പം അവർ ഒരു പ്രോപ്പർ ഒരു കഫേ അല്ലെങ്കിൽ ഒരു പിസ്സറിയ ആയിട്ട് സെറ്റ് ചെയ്ത ഒരു എക്സാമ്പിളാണ് ഇപ്പോൾ ഉള്ളത്.
വേറെ നല്ല പിzzas കിട്ടുന്ന സ്ഥലം ഏതായിരിക്കും? പിസ്സ എൻ്റെ ടോപ്പ് പിസ്സറി ടോട്ടോ ഇസ് ഡെഫിനറ്റ്ലി അപ്പ് ദർ. സിജീസ് പിസ്സ, അതായത് ട്രിവാൻഡ്രത്ത് എനിക്ക് തോന്നുന്നു പിസ്സറിയെ സ്റ്റാർട്ട് ചെയ്ത ഓർ റെവല്യൂഷനൈസ് ചെയ്ത ഒരു ബ്രാൻഡാണ് സിജീസ് പിസ്സ. അവരിപ്പം നേരത്തെ പറഞ്ഞ പോലെ എറണാകുളത്ത് ഉണ്ട്, ഇപ്പം എക്സ്പാൻഡ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ്. പിന്നെ ഒരു സാഹിബ്സ് പിസ്സ എന്ന് പറഞ്ഞൊരു ബ്രാൻഡുണ്ട്, അത് മാംഗ്ലൂർ ബ്രാൻഡാണ്. അവർ വെരി റീസെൻ്റ്ലി സ്റ്റാർട്ടഡ് ഇൻ ട്രിവാൻഡ്രം. ഭയങ്കര അടിപൊളിയാണ് പിസ്സ. ആസ് എ നിങ്ങളിപ്പം ഒരു പിസ്സ കഴിക്കാൻ പോകണമെങ്കിൽ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഷുഡ് ബി സാഹിബ്സ് എന്ന് ഞാൻ പേഴ്സണലി സജസ്റ്റ് ചെയ്യും ബിഫോർ ട്രൈങ് ഔട്ട് അതർ ഓപ്ഷൻസ്. അത്ര ടേസ്റ്റിയാണ്. പിന്നെ പോണ്ടീസ്, പിന്നെ എല്ലാ കഫേസിലും ഇപ്പോൾ എനിക്ക് തോന്നുന്നു പിസ്സ, പല പല വേർഷൻസ് ഓഫ് പിസ്സ. കൊക്കോ ആൻഡ് ക്രസ്റ്റ്, അത് പേട്ടയിൽ റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്ത കൊക്കോ ആൻഡ് ക്രസ്റ്റ് എന്ന് പറഞ്ഞൊരു കഫേ ഉണ്ട്. അവിടെ ഒരു ഫോൾഡഡ് പിസ്സ, സാർഡോ പിസ്സ, ഇങ്ങനത്തെ പല വേർഷൻസ് അവൈലബിൾ ആണ്. ഈവൻ ബിഗ് പോപ്പാസിലും സാർഡോ ഉണ്ട്. പിന്നെ കുറേ പുതിയ പ്ലെയേഴ്സ് സാർഡോ പിസ്സ ട്രിവാൻഡ്രത്തോട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പം അങ്ങനെ പിസ്സ അഗൈൻ നോക്കുവാണെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് ട്രിവാൻഡ്രത്ത് കണ്ടുവരുന്നുണ്ട്. ഏറ്റവും നല്ല ബർഗേഴ്സ് എവിടെ ആയിരിക്കും? ഷവായുടെ കാര്യം പറഞ്ഞ പോലെയാണ് ബർഗേഴ്സും. ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഞാൻ ടോപ്പിൽ വെക്കുന്നത് ബിഗ് പോപ്പാസ് ബർഗർ ഇസ് റിയലി നൈസ്. 135 കിച്ചൺ, ഹോം ഷെഫാണ്. 135 കിച്ചൺ ബർഗർ ഇസ് സ്പ്ലെൻഡിഡ്. ടേഫ്, വർഷങ്ങളായിട്ട് നമുക്ക് അറിയാം ടേഫ് ഇസ് അമേസിങ്. പുതിയതായിട്ട് തുടങ്ങിയ ബർഗർ കിച്ചണിലും നല്ല ബർഗേഴ്സാണ്. റാപ്പലൂപ്പ്, ഷവർമയെ കുറിച്ച് പറഞ്ഞ റാപ്പലൂപ്പിലെ ബർഗേഴ്സ് ആർ റിയലി നൈസ്. ഓക്കെ, ഒരു നൊസ്റ്റാൾജിയുടെ പേര് ഞാൻ കൊണ്ടുവരുവാണെങ്കിൽ അംബ്രോസിയ വിൽ ഓൾവേസ് ബി ദർ. ഞാൻ എപ്പം ബർഗർ ലിസ്റ്റ് എടുത്താലും ഇപ്പോഴത്തെ ഫാൻസി ബർഗേഴ്സ് അല്ലായിരിക്കാം, പക്ഷെ പണ്ടത്തെ ട്രിവാൻഡ്രത്തുകാരെ ബർഗറിനോട് പരിചയപ്പെടുത്തുന്ന ഒരു ബ്രാൻഡായിരിക്കാം ചിലപ്പം അംബ്രോസിയ. അപ്പോൾ അവിടുത്തെ ബീഫ് ബർഗർ, അവിടെ ഭയങ്കര വെറൈറ്റി ബർഗേഴ്സ് ഉണ്ട്. ബിഗ് ഓപ്പർ ഓർ മറ്റേ ബീഫിൻ്റെ മുകളിൽ ബേക്കൺ വെച്ച് ചെയ്യുന്ന ബർഗേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര നൊസ്റ്റാൾജി ആയിരുന്നൊരു സംഭവമാണ്. ആൻഡ് ഇറ്റ്സ് എ പേഴ്സണൽ ഫേവറേറ്റ് ഓൾസോ. നല്ല ബ്രിസ്ക്കറ്റ്, ബീഫ് ബ്രിസ്ക്കറ്റ് കിട്ടുന്ന സ്ഥലം? എനിക്കൊന്ന് ഈ കഴിഞ്ഞ ഒരു വർഷത്തിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ബ്രിസ്ക്കറ്റ്. അപ്പം ബീഫ് ബ്രിസ്ക്കറ്റ് കിട്ടുന്ന ഇപ്പോൾ ട്രിവാൻഡ്രത്ത് അധികം സ്ഥലങ്ങളില്ല, പക്ഷേ എൻ്റെ ഒരു നോളജിൽ ബിഗ് പോപ്പാസിലുണ്ട് ബീഫ് ബ്രിസ്ക്കറ്റ് ഉണ്ട്. ടെക്സ്മെക്സ് ബൈ ഷെഫ് ജി അമ്പലമുക്കും പിന്നെ കഴക്കൂട്ടത്തും അവർക്ക് ഔട്ട്ലെറ്റ് ഉണ്ട്. ഇവിടെ ബ്രിസ്ക്കറ്റ് ഓൾമോസ്റ്റ് അവൈലബിൾ ആണ് ഡെയിലി. വേറൊരു ഇൻട്രസ്റ്റിംഗ് കോൺസെപ്റ്റ്, നെടുമങ്ങാട് ഒരു ബ്രിസ്ക്കറ്റ് ചെയ്യുന്നൊരു ഹോം ഷെഫ് ഉണ്ട്. അതായത് പുള്ളി അവിടെ പിറ്റ് മാസ്റ്ററാണ്. ഹി ഹാസ് എ പിറ്റ്, അവിടെ സ്മോക്ക് ചെയ്യും, എല്ലാം സെറ്റപ്പും ഉണ്ട്. അവിടെ നിന്ന് ട്രിവാൻഡ്രത്തോട് ഡെലിവറി ചെയ്യും. ആൻഡ് ഹി ഈസ് വെരി ലൈക്ക് ഭയങ്കര ഇൻവെസ്റ്റഡ് ആൻഡ് ഭയങ്കര ട്രിവാൻഡ്രത്തോട് ഡെലിവറി ചെയ്യും. ഭയങ്കര ഇൻവോൾവ് ആണ് പുള്ളി ആ ബിസിനസ്സിൽ. അതായത് ഇപ്പം ഹോം ഷെഫാണ്, പക്ഷേ ഇപ്പം ഒരു പുതിയ നെടുമങ്ങാട് തന്നെ ഒരു റെസ്റ്റോറൻ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് പുള്ളി, ബിസ്ക്കറ്റൊക്കെ വെച്ചിട്ട്. അപ്പം ദാറ്റ് ഈസ് എ ഗ്രേറ്റ് തിങ്. ഐ മീൻ നെടുമങ്ങാട് സൈഡിലോട്ടും ഫുഡിൻ്റെ കാര്യങ്ങൾ ഡെവലപ്പ് ആവുന്നുണ്ട്. ആൻഡ് ബ്രിസ്ക്കറ്റ് പോലത്തെ ഒരു സംഭവമൊക്കെ ട്രിവാൻഡ്രം ആസ് എ ഹോൾ കൂടി വരുന്നുണ്ട്. അതൊക്കെ നല്ല കാര്യങ്ങളാണ്. നല്ല കേക്ക് കിട്ടുന്ന സ്ഥലം ഏതായിരിക്കും? അധികം എക്സ്പ്ലോർ ചെയ്യാത്തൊരു കട പറഞ്ഞുതരാം. ബ്രെഡ് ഫോർട്ട് കേട്ടിട്ടുണ്ടോ? ഇല്ല. ബ്രെഡ് ഫോർട്ട് ഇതേപോലെ ചെറിയൊരു കടയാണ്. അവർക്ക് ചെറിയൊരു യൂണിറ്റും ഒരു ചെറിയൊരു റീറ്റെയിൽ സ്റ്റോറും ആയിട്ടുള്ളൊരു കടയാണ്. ബേക്കറി ജംഗ്ഷൻ സൈഡിലാണ്. അവിടെ കിട്ടുന്ന വെറൈറ്റീസ് ആർ സോ നൈസ്. വൈറ്റ് ചോക്ലേറ്റ് ബ്രൗണി, നോർമൽ ബ്രൗണീസ്, ഒരു ഓസ്ട്രേലിയൻ ചോക്ലേറ്റ് കേക്ക് എന്ന് പറഞ്ഞൊരു കേക്കുണ്ട്, മൈൻഡ് ബ്ലോയിങ്. കണ്ടാൽ ഒരു സിമ്പിൾ ഒരു കേക്ക്, ഒരു സ്ലൈസ് കേക്ക്, ഒരു ചോക്ലേറ്റ് കളറിലൊക്കെ ഉള്ളൊരു കേക്ക്. പക്ഷേ അത് കഴിച്ചാൽ ഭയങ്കര മോയിസ്റ്റാണ്, ഭയങ്കര ടേസ്റ്റിയാണ്. എനിക്കിപ്പോൾ തന്നെ അത് കഴിക്കാൻ തോന്നുന്നുണ്ട്. അത്രയ്ക്ക് സ്മാർട്ടാണ് അവിടുത്തെ ബാക്കി പ്രോഡക്ട്സും. ഈവൻ ഡോണട്ട്സ്, മഫിൻസ്, ആൻഡ് ദേ ആർ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഓൾസോ. ബ്രെഡ് ഫോർട്ട് ഒരു അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്ത എന്നാൽ കൂടുതൽ ആൾക്കാർ അറിയേണ്ട ഒരു സ്ഥലം തന്നെയാണ് ബ്രെഡ് ഫോർട്ടും. പിന്നെ സ്ക്വയർ വൺ ഉണ്ട്. സ്ക്വയർ വൺ ഒരാഴ്ചയിൽ സ്പെസിഫിക് ഡേയ്സിൽ കിട്ടുന്ന കേക്ക്സ് വരുന്നുണ്ട് അവിടെ. അതായത് ഈ കേക്ക് തേഴ്സ്ഡേ പോയാൽ മാത്രമേ കിട്ടുള്ളൂ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ടാകും. പിന്നെ അവിടെ സ്ക്വയർ വണ്ണിലൊരു ഗുണമെന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ കേക്കായിട്ടും കിട്ടും, ചെറിയ പീസസ്, ഒരു 40 rupees 30 rupees എന്നുള്ളൊരു റേഞ്ചിലും ഈ കേക്ക്സ് നമുക്ക് സാമ്പിൾ ചെയ്യാനും കിട്ടും. അപ്പം അങ്ങനെ കുറേ ടേസ്റ്റ് ചെയ്ത് ഇഷ്ടപ്പെട്ട ഒരാളാണ് ഞാൻ. അങ്ങനെ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉള്ളൊരു കടയാണ് സ്ക്വയർ വൺ. ഫുഡ് വ്ളോഗിങ്ങിൻ്റെ കാര്യത്തിൽ അതെന്ന് പറയുന്നത് ഒരു റെസ്പോൺസിബിലിറ്റി എടുക്കേണ്ട, അല്ലെങ്കിൽ ഒരു റെസ്പോൺസിബിലിറ്റി ഉള്ള നാടിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കാര്യത്തിൽ പെടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു റെസ്പോൺസിബിൾ ബ്ലോഗർ എങ്ങനെയായിരിക്കണം? എന്തൊക്കെ ക്വാളിറ്റീസ് വേണം? എങ്ങനെ ചൂസ് ചെയ്യണം? റെസ്റ്റോറൻറ്റിന് നമ്മളിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിനെ പ്രൊമോട്ട് ചെയ്യുകയാണ്, അല്ലെങ്കിൽ നമുക്ക് ഒരു നല്ല റെസ്റ്റോറൻറ്റിനെ കണ്ടു, നല്ല ഫുഡ് കണ്ടു, അതിനെ ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഉത്തരവാദിത്തത്തോടു കൂടി അതെങ്ങനെ ചെയ്യേണ്ടത്? മെയിൻ കാര്യം
ഒരു ഫുഡ് ബ്ലോഗിങ് ഓർ വ്ളോഗിങ് തുടങ്ങുവാണെങ്കിൽ നിങ്ങളത് പാഷനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഒരു പാഷൻ പ്രോജക്റ്റ് എന്നുള്ള നിലയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിനെ പിന്നെ മോണിറ്റൈസ് ചെയ്യുക. പക്ഷേ അപ്പം നമ്മൾ മൈൻഡിൽ വെക്കേണ്ട കാര്യങ്ങളാണ്, ഒന്ന് കാശ് കിട്ടും, നമുക്ക് കുറേ കാശ് കിട്ടാനുള്ള സ്കോപ്പുള്ളൊരു ഫീൽഡാണ്. പക്ഷേ എന്ത് കാശ് കിട്ടിയാലും ഇതുപോലെ നടക്കാത്ത കാര്യങ്ങൾ എഴുതരുത്. ഇപ്പം നല്ല ജേർണലിസം വേണം എന്ന് പറയുന്നത് പോലെ ശരിക്കുള്ള കാര്യങ്ങൾ മാത്രം ആൾക്കാരിലോട്ട് എത്തിക്കുക. കാരണം നിങ്ങളുടെ ഒരു അഭിപ്രായം ആൾക്കാരിൽ എങ്ങനെ പോലും ഇൻഫ്ലുവൻസ് ചെയ്യും. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും പുള്ളി എങ്ങനെ പറഞ്ഞാണല്ലോ, നമുക്ക് പോയി ട്രൈ ചെയ്യണമല്ലോ എന്നുള്ള രീതിയിൽ ആൾക്കാർ പറയും. സോ അത് നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് നല്ല കാര്യം ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ പറയുക. ഇപ്പോൾ കാശ് കിട്ടിയതുകൊണ്ട് മാത്രം നിങ്ങൾ മോശം ഫുഡിനെ നല്ലതായിട്ട് എഴുതി കാണിക്കരുത് ഒരിക്കലും. ബേസിക്കലി നിങ്ങളൊരു വാല്യൂ സിസ്റ്റം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ആ വാല്യൂ വിട്ടുള്ളൊരു കളിയെ നമ്മൾ കളിക്കില്ല എന്ന് മൈൻഡിൽ ഫിക്സ് ചെയ്യുക. കാശ് കിട്ടിയാലും ലൈക്ക് ഐ വിൽ ഓൺലി റൈറ്റ് വാട്ട് ഇസ് ട്രൂ എന്നുള്ളൊരു കോൺസെപ്റ്റ് നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യണം. അല്ലെങ്കിൽ ഇവൻച്വലി നിങ്ങൾ ആൾക്കാരും പറയും അവൻ എന്തെഴുതിയാലും പ്രശ്നമാണെന്നുള്ളൊരു ചീത്തപ്പേര് വന്നു തുടങ്ങും. പിന്നെ ഇവൻച്വലി ആ ബിസിനസ് തന്നെ നമ്മൾ തുടങ്ങുന്ന ബിസിനസ് തന്നെ അത് ഇല്ലാണ്ടായി പോകുമ്പോൾ ഈ ഒരു വ്ളോഗിങ്ങിൻ്റെ സസ്റ്റെയിനിങ് ഇതിലോട്ട് പോകാൻ ചാൻസ് വളരെ കുറവാണ്. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ട്രിവാൻഡ്രത്തിനെ മറ്റു സ്ഥലങ്ങളിലേക്ക് എത്തിക്കാനും ഇവിടുത്തെ കൾച്ചറിനെ മറ്റുള്ള ആൾക്കാരിലേക്ക് എത്തിക്കാനും അതുപോലെ മറ്റുള്ള കൾച്ചറിനെ ഇവിടെ കൊണ്ടുവരാനും ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് വ്ളോഗേഴ്സും നിങ്ങളുടെ ഈറ്റ് ട്രിവാൻഡ്രം. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് പാർട്ട് ഓഫ് ഓഡിയോ റിപ്പോർട്ട് ക്യാച്ചർ. താങ്ക് യു സോ മച്ച്.